പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഈ 42-ാം ദിവസം അങ്ങേ മക്കളായ ഞങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഒരുമിപ്പിച്ചതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നേ ദിനത്തിൻ്റെ എല്ലാ കൃപകളും അഭിഷേകവും കൊണ്ട് അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി അങ്ങ് ഞങ്ങളിൽ പ്രകടമാക്കണമേ. അങ്ങയുടെ തിരുഹിതം ഞങ്ങളിലൂടെ അവിടുന്ന് പ്രകടമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും പോരായ്മകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇന്നേ ദിനത്തിൽ കർത്താവെ, വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന ആത്മാക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ആത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അങ്ങയുടെ വിശ്വാസത്തിൻ്റെ സത്യങ്ങളിൽ ജീവിക്കുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് വേണ്ട അഭിഷേകം, വചനത്തിന്റെ ശക്തി, ആത്മാവിന്റെ വരദാന ഫലങ്ങൾ ഞങ്ങൾക്ക് നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന് പ്രിയപ്പെട്ട മക്കളെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നു. ആരാധന ആരാധന. അഭിഷേക ശക്തിയാല്, കൃപയാല്, ആത്മാവിന്റെ വരദാന ഫലങ്ങളാല് ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ, മാതാവേ, പിതാവേ, വിശുദ്ധരെ, മാലാഖമാരെ കൂടെ ഉണ്ടാകണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം മക്കളെ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ, എല്ലാ മക്കളെയും ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളിലും കത്തിപ്പടരണമേ. എല്ലാ മക്കളിലും അഗ്നിയായി കത്തിപ്പടരണമേ. അഭിഷേകമായി ഈ നിമിഷം എല്ലാ ഹൃദയങ്ങളെയും ഉണർത്തണമേ. പിശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, ദുരാത്മ ദുർഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. അഭിഷേക ശക്തിയാൽ, ദൈവിക ജ്ഞാനത്താൽ എല്ലാ മക്കളും ഇപ്പോൾ കത്തിപ്പടരട്ടെ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ കത്തിപ്പടരണമേ. ജീവന്റെ സമൃദ്ധിയായി നിറയണമേ. അഗ്നിയായി ആടി കത്തണമേ. അഭിഷേകം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. എല്ലാ മക്കളും നിറയട്ടെ. അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. തീയായി നിറയട്ടെ, നിറയട്ടെ. ആടി കത്തട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. നിറയട്ടെ, നിറയട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പിതാവേ, ത്രിയേക ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ഏറ്റെടുക്കണമേ, നയിക്കണമേ, നിയന്ത്രിക്കണമേ. യേശുവേ, സ്തുതിക്കുന്നു. ഒറ്റ വിളി യേശുവേ. ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. ശക്തി വ്യാപരിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനം കഴിയട്ടെ. സാധാരണ ശക്തികൾ, വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന ആത്മാക്കൾ യേശുനാമത്തിൽ നിർവീര്യമായി പോകട്ടെ. വലിയ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകം നിറയട്ടെ, 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 നിറയട്ടെ. ആരാധന, ആരാധന. കർത്താവേ, യേശുവേ, നന്ദി. കർത്താവെ, സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളായിരിക്കുന്ന കുടുംബങ്ങളെയും ഇടങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ മക്കളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ കർത്താവേ,
ഇന്നേ ദിനം അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ച് വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആത്മാക്കളെ നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിർവീര്യമാക്കി പരാജയപ്പെടുത്തുവാനും അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. കർത്താവ് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത അമ്മേ, ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സന്ദേശങ്ങളിലൂടെ സ്വർഗത്തിന്റെ കണ്ണുനീരും നിലവിളിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന അമ്മേ, സ്വർഗത്തിന്റെ നിലവിളി ശ്രവിച്ചുകൊണ്ട് അമ്മയുടെ സന്ദേശങ്ങൾക്കനുസരിച്ച് അങ്ങയുടെ മക്കൾ സ്വർഗത്തിന്റെ മക്കളായി ജീവിക്കുവാൻ, കർത്താവിനെ സ്വന്തമായി ജീവിക്കുവാൻ കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, സകല വിശുദ്ധരെ, സകല സ്വർഗനിവാസികളെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഞങ്ങൾക്ക് നിങ്ങൾ സംരക്ഷണം നൽകണം. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ നമ്മുടെ അമ്മയുടെ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നേ ദിനത്തില് ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം ഈ കാലഘട്ടത്തിൻ്റെ വലിയ ഒരു ആവശ്യം ഉള്ള വിഷയമാണ്. വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ആത്മാക്കളെ തിരിച്ചറിഞ്ഞ്, ആത്മാക്കളെ വിവേചിച്ചറിഞ്ഞ്, ആത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ദൈവമക്കൾ സജ്ജരാകണം, ശക്തരാകണം. അതിനുവേണ്ടിയാണ് ഇന്നേ ദിനം കർത്താവ് നമുക്ക് നൽകിയിരിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്താണ് വിശ്വാസം? ദൈവം തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾ. അത് ലോകദൃഷ്ടിയിലല്ല, മനുഷ്യദൃഷ്ടിയിലല്ല, അവൻ്റെ ബുദ്ധിക്കോ അവൻ്റെ മനസ്സിനോ ലോകത്തിൻ്റെ വിദ്യാഭ്യാസത്തിനോ ചേർന്ന് പോകുന്നതായിരിക്കണമെന്നില്ല. സ്വർഗം വെളിപ്പെടുത്തി തരുന്നതാണ് വിശ്വാസ സത്യങ്ങൾ. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തില് 143 വിശ്വാസത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് സഭ നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ അതൊന്ന് കാണാം. സഭ പഠിപ്പിക്കുകയാണ്, വിശ്വാസം വഴി മനുഷ്യൻ തൻ്റെ ബുദ്ധിയുടെയും മനസ്സിനെയും പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തൻ്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്ന വെളിപാടിൻ്റെ കർത്താവിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരത്തെ വിശ്വാസത്തിൻ്റെ അനുസരണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തൻ്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്, തൻ്റെ ബുദ്ധി, മനസ്സ് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുകയാണ്. അത് ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളാ, അത് ദൈവികമായ രഹസ്യങ്ങളാ. അതിൻ്റെ മുന്നിൽ അവൻ ബുദ്ധിയെ സമർപ്പിക്കുന്നു, മനസ്സിനെ സമർപ്പിക്കുന്നു, അസ്തിത്വം സമർപ്പിക്കുന്നു. എന്നിട്ട് അവൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായി ജീവിക്കുന്നു. അതാണ് വിശ്വാസം. എന്നാൽ ഈ വിശ്വാസത്തെ ദുഷിപ്പിക്കുക, ഈ വിശ്വാസ സത്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് പിശാചിൻ്റെ ശക്തമായ തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ പൗലോസേ പറഞ്ഞ പോലെ നമ്മൾ നല്ലവണ്ണം യുദ്ധം ചെയ്യണം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ ഈ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. 2 തിമോത്തി 4-ാം അധ്യായം 7-ാം വചനം, ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം ഞാൻ കാത്തു. കണ്ടോ, വിശ്വാസം കാത്തു, അതിനുവേണ്ടി ഞാൻ നന്നായി പൊരുതി. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വിശ്വാസം ദൈവം വെളിപ്പെടുത്തി തന്ന
ദൈവിക രഹസ്യങ്ങളിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പൊരുതണം. എപ്പോഴാ പൊരുതേണ്ടി വരിക? നമുക്കെതിരെ ശത്രുവുണ്ട്. ദൈവത്തെ നിന്ദിക്കുന്ന, വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന ശത്രു ശക്തനായതുകൊണ്ട് നമ്മൾ പൊരുതണം. അതിനുവേണ്ടി ഓടണം, നമ്മൾ യുദ്ധം ചെയ്യണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 1 തിമോത്തി 4:1 പറയുന്നുണ്ട്. ഈ മേഖലയിൽ 1 തിമോത്തി 4:1 പറയാ, ചിലർ കപട ആത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. പ്രിയപ്പെട്ടവരെ, വരും കാലങ്ങളിൽ കപട ആത്മാക്കള്, വ്യാജ പ്രബോധകര് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി അതിശക്തമായിട്ട് കടന്നു വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട വലിയ കാര്യമാണ്, വിശ്വാസത്തെ ദുഷിപ്പിച്ച് ആ ദൈവിക രഹസ്യങ്ങളെ നശിപ്പിച്ച് ദൈവമക്കളെ, വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ ശക്തനായ പിശാച് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം നമ്മൾ പറയാണ്. 1 പത്രോസ് 1:7 ഇവിടെ പറയാണ്, കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. പ്രിയപ്പെട്ടവരെ, അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിശ്വാസം, ഈ വിശ്വാസത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ശത്രുക്കളും നമുക്കെതിരെ പ്രവർത്തിക്കുന്ന കപട ആത്മാക്കളും പിശാചുക്കളും അതിശക്തമായിട്ട് വിശ്വാസ സത്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ, മനുഷ്യൻ്റെ സൃഷ്ടികർമ്മം മുതൽ, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തിയ വചനത്തെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ, ദൈവത്തെ തന്നെ നിഷേധിക്കാനും അന്യദൈവങ്ങളുടെ പിന്നാലെ പോകാനും മോശയിലൂടെ ദൈവം തന്ന കൽപ്പനകളെ ലംഘിക്കാനും പിശാച് അതിശക്തമായിട്ട് പ്രവർത്തിച്ചു. അതിനുവേണ്ടി അവൻ പല വ്യക്തികളെ ഉപയോഗിച്ചു, പല രാജ്യങ്ങളെ ഉപയോഗിച്ചു, പല സമൂഹങ്ങളെ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയണം പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തെ ദുഷിപ്പിക്കുക എന്നുള്ളത് പിശാചിൻ്റെ ശക്തമായ ഒരു പ്രവൃത്തിയാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം, വിശ്വാസ സത്യങ്ങൾ, അതിനെ വെല്ലുവിളിക്കാനും യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ ഇല്ലാതാക്കാനും അതിലേക്ക് കടന്നു വരാതിരിക്കാനും പിശാച് ശക്തമായിട്ട് ശ്രമിച്ചുകൊണ്ട് സത്യപ്രബോധനങ്ങൾക്കെതിരെ, വിശ്വാസ സത്യങ്ങൾക്കെതിരെ നിരന്തരമായ വെല്ലുവിളിയും പോരാട്ടവും അഴിച്ചുവിട്ടിട്ടുണ്ട്. നശിപ്പിക്കാൻ, തകർക്കാൻ, ഇല്ലാതാക്കാൻ. എന്നിട്ട് അതിൽ വിജയിക്കാതെ വരുമ്പോൾ ഈ പിശാച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളിൽ വെള്ളം ചേർത്ത് ഇതിനെ ദുർബലപ്പെടുത്തുന്ന ഒരു പൈശാചിക പ്രവൃത്തി ഈ ദുരാത്മാക്കൾ, ഈ ആത്മാക്കൾ ചെയ്യും. എന്താണ്? വിശ്വാസ സത്യങ്ങളുണ്ട്, ക്രൈസ്തവ വിശ്വാസ സത്യങ്ങൾ. ഈശോ പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിന്ന് വള്ളി പുള്ളി മാറ്റരുത്. നിങ്ങളെ വഴിതെറ്റിപ്പിക്കുവാൻ വ്യാജ പ്രബോധകന്മാർ വരും. സത്യവചനത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് വള്ളിപ്പുള്ളി മാറരുത്, മാറ്റരുത്. അത് ഈശോ വ്യക്തമായി മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. എന്നാൽ അതിൽ വെള്ളം ചേർത്ത് ഈ വിശ്വാസ സത്യങ്ങളെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് സാത്താൻ്റെ ശക്തമായ തന്ത്രമാണ്. ഈ ആത്മാക്കളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, വിവേചിച്ചറിയണമെന്ന് പൗലോസ്ലീഹ വചനത്തിലൂടെ നമ്മോട് വ്യക്തമായി പറയുന്നുണ്ട്. ഈശോ പലവട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. നമുക്കറിയാം, ഈശോയുടെ കുരിശുമരണത്തെ, ഈശോയുടെ ഉത്ഥാനത്തെ നിഷേധിക്കാൻ വേണ്ടി പിശാച് ശക്തമായിട്ട് പ്രവർത്തിച്ചു. ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ യഹൂദര് ചെയ്തൊരു പണിയുണ്ട്. പടയാളികൾക്ക് പൈസ കൊടുത്ത്
ഈശോ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയാൻ വേണ്ടി അവരെ നിയോഗിച്ചു. വിശ്വാസ സത്യമാണ് യേശുവിൻ്റെ ഉയർപ്പ്. ആ യേശുവിൻ്റെ ഉയർപ്പിനെ നിഷേധിക്കാൻ വേണ്ടി, ഇല്ല എന്ന് പറയാൻ വേണ്ടി പൈസ കൊടുത്ത് അന്നേ തുടങ്ങി നശിപ്പിക്കാം. ഈശോയുടെ നാമത്തെ അവഹേളിക്കാനും ഈശോയുടെ കുരിശുമരണത്തെ നിഷേധിക്കാനും ഈശോ എന്ന പേരിനെ തന്നെ ഇല്ലാതാക്കാനും നിഗൂഢമായ പൈശാചിക ശക്തികൾ കാലഘട്ടത്തിൽ എന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ആ പിശാച് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈശോ എന്നുള്ള പേര് ചിലപ്പോഴൊക്കെ ഈശോയെ പ്രവാചകനാക്കിയിട്ട് അധപ്പതിപ്പിക്കുന്ന അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുന്ന പൈശാചിക തന്ത്രം നമുക്കറിയാം. വേറെ ചില പഠിപ്പിക്കലുകൾ, തെറ്റായ സിദ്ധാന്തങ്ങൾ, തെറ്റായ കാഴ്ചപ്പാടുകൾ ഈശോയെ പോലെ ഒരു വ്യക്തിത്വത്തെ അവതരിപ്പിച്ചുകൊണ്ട് പ്രവാചകനാക്കി നബിയാണെന്നൊക്കെ പറഞ്ഞ് ഈശോയുടെ നാമത്തെ, ഈശോയെ ഒരത്ഭുത പ്രവർത്തകൻ, അവൻ കളിമണ്ണ് കൊണ്ട് കിളിയുണ്ടാക്കി പറപ്പിച്ചു, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈശോ ആരാണ്, ഈശോ ദൈവപുത്രനാണ്, ഈശോയെ ഒരു പ്രവാചകനാക്കി മാത്രം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന പൈശാചികത. ആ ഈശോയെ കുറിച്ച് പറയാ, ആ പ്രവാചകനായ ഈശോ കുരിശ് മരിച്ചിട്ടില്ല, നേരെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, വീണ്ടും വരും. തെറ്റായ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ലോകത്തിലേക്ക് വന്ന ഏകരക്ഷകനാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകി. ആ ഏകജാതനായ ഈശോ തൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അതിനായി മരിച്ചു. അവിടുന്ന് പാപത്തെ പരാജയപ്പെടുത്തി, ശാപത്തെ പരാജയപ്പെടുത്തി, മരണത്തെ പരാജയപ്പെടുത്തി, സാത്താനെ പരാജയപ്പെടുത്തി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് തന്നെ ഈശോയെ ഇല്ലാതാക്കുക, ഈശോയുടെ മരണത്തിലേക്ക് ദൈവമക്കള് കടന്നു വരാതിരിക്കുക. ഈശോ മരിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ എന്നും എപ്പോഴും വിശ്വാസത്തിൻ്റെ സത്യമായ ആ രഹസ്യത്തിനെതിരെ, സത്യത്തിനെതിരെ എന്നും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അറിയണം ഈശോ ആരാണ്. ഈശോ എന്ന പേര് സ്വർഗം തന്ന പേരാ. ആ പേരിനെ അധിക്ഷേപിക്കാനോ ആ പേരിനെ ഇല്ലാതാക്കാനോ ആ ഈശോയെ, അവിടുത്തെ രക്ഷാകര പദ്ധതികളെ നിരാകരിക്കാനോ പിശാചിന് ഒരിക്കലും നമ്മൾ ഇട കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഈശോയെ അവഹേളിക്കുന്ന, ഈശോയുടെ പേരിനെ വ്യവസായവൽക്കരിക്കുന്ന രീതിയിൽ പല സിനിമകളും പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ഈ ദിവസങ്ങൾ നമ്മൾ ഒത്തിരിയേറെ അതിനെതിരെ ശക്തമായിട്ട് വേദനയോടെ പ്രതികരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ഈശോ എന്ന നാമം അത് നമ്മുടെയൊക്കെ ചങ്കിൻ്റെ അടിസ്ഥാനമാ, സ്നേഹത്തിൻ്റെ അടിസ്ഥാനമാ, രക്ഷയുടെ പ്രതീകമാ, ആ ജീവന്റെ സമൃദ്ധിയാ. ആ നാമത്തെ ഒരു സാധാരണ നാമമല്ല, സ്വർഗം തന്ന നാമ. ഞാൻ ഓർക്കുക, ഈശോ എന്ന നാമത്തെ മാറ്റിക്കളഞ്ഞുകൊണ്ട് മറ്റ് പല പേരുകൾ പോലും തരാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട്. നിഗൂഢമായ പൈശാചികമായ വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന പ്രവൃത്തി. ഈശോ എന്ന നാമം, യേശു എന്നുള്ള നാമം ആകാശത്തിന് കീഴെ ഭൂമിയിൽ മാനവരക്ഷയ്ക്കായി നൽകപ്പെട്ട ഒറ്റ നാമം ഈശോ, യേശു. ആ നാമത്തിൻ്റെ ശക്തി, ആ നാമത്തിൻ്റെ പ്രവൃത്തി യേശു ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത് അവഹേളിക്കുക എന്നുള്ളത് സാത്താൻ്റെ നിഗൂഢമായ ഒരു തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ഒരു രഹസ്യ നിഗൂഢമായ പിശാചിൻ്റെ ദുഷിപ്പിനെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, ചില ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ 1-2 പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായി, അതായത് അവരുടെ നാട്ടിൽ മദ്യപിച്ച് ജീവിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് യേശു എന്നൊക്കെ പറഞ്ഞിട്ട്. ക്രിസ്ത്യാനിയാ അവൻ പറയാ എന്ന് പറഞ്ഞാൽ ഈശോ കുരിശ് മരിച്ചു, 3-ാം നാൾ എഴുന്നേറ്റു, അതുപോലെ മദ്യപിച്ചാൽ അവൻ 3 ദിവസം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ്
യേശുവിൻ്റെ നാമത്തെ, യേശുവിനെ അവഹേളിച്ച് യേശുവിൻ്റെ കുരിശുമരണത്തെ താഴ്ത്തിക്കെട്ടി കാണിക്കുന്ന പൈശാചികത വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന പിശാചിൻ്റെ തന്ത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്, ഇത് നമ്മൾ വെറുതെ കാണരുത്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. ഈശോ ഈ കുടുംബത്തിന് നാഥൻ എന്നുള്ളത് ഈ കുടുംബത്തിന് നാഥൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അത് ഈശോയാണെന്ന്. എന്നാൽ അതിന് പകരമായിട്ട് കളിയാക്കും വിധം വേറൊരു പേരിട്ട് കേശു എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ അവഹേളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതെന്തിനു വേണ്ടി? ഇത് പിശാചിൻ്റെ ശക്തമായ പ്രവൃത്തിയാണ്. യേശുവിൻ്റെ കുരിശുമരണത്തെ, യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയെ, യേശുവിനെ തന്നെ അവഹേളിച്ച് ഇല്ലാതാക്കാനുള്ള പിശാചിൻ്റെ ഗൂഢമായ തന്ത്രം അത് നമ്മൾ അറിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ചങ്കിലേറ്റണം. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നാം അല്ലാതെ, നമ്മൾ വിചാരിക്കും ഒരു സിനിമയല്ലേ, അല്ലെങ്കിൽ ട്രോളന്മാരുണ്ട്. കുരിശുമരണത്തെ ട്രോളും, പൗരോഹിത്യത്തെ ട്രോളും, കൂദാശകളെ ട്രോളും, സിനിമയിലൂടെ കളിയാക്കും. ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ഓർക്കും ചുമ്മാ തമാശയല്ലെന്ന്. ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ട മക്കളെ, അവഹേളിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, പരിഹസിച്ചുകൊണ്ട് വില കുറച്ചുകൊണ്ട് ഒരു പേര് പറയുമ്പോൾ, നമ്മളുടെ ഒരു വലിയൊരു സത്യമുണ്ട്. ഈ വിശുദ്ധ കുർബാന എന്താണ്? പൗരോഹിത്യം എന്താണ്? ഈശോ ആരാണ്? ഒരു കാര്യം പറഞ്ഞാണ്ടല്ലോ, നമുക്ക് ശരിക്കും ഉച്ചരിക്കാൻ പോലും അത്രമാത്രം ഉന്നതമായ നാമമാ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമമാ ആ ഈശോയുടെ നാമം, ഈശോയുടെ രക്ഷ, ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ രക്തം, ഈശോ നമുക്ക് നൽകിയ കൂദാശകൾ, അതിനുവേണ്ടി തന്ന പൗരോഹിത്യം. അതിന് വിലയുണ്ട്. അതിനെ കളിയാക്കാനും അതിനെ പരിഹസിക്കാനും ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, അപകടം നമ്മൾ തിരിച്ചറിയണം. നമ്മളിലേക്ക് സിനിമയല്ലേ, ഒരു തമാശയല്ലേ, കോമഡിയല്ലേ? എൻ്റെ പ്രിയ, ഇതൊക്കെ വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന പൈശാചിക പ്രവൃത്തിയാണെന്ന് അച്ഛൻ പറയും. ഞാൻ ഓർക്കുന്നുണ്ട്, 26 വർഷമായി ഞാൻ അച്ഛനായിട്ട്. 26 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അച്ഛനായ ഉടനെ ഒരു സിനിമ കണ്ടു. ആ സിനിമ ഒരു മിശ്ര വിവാഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഏതാണ്ട് പ്രാവ് എന്നൊക്കെ പറഞ്ഞ സിനിമയാണ്. ഞാൻ എൻ്റെ പേരൊന്നും മുഴുവൻ പറയണില്ല. അതിൽ വിശ്വാസത്തിനെതിരെ, പാരമ്പര്യത്തിനെതിരെ, വചനത്തിനെതിരെ നിന്നുകൊണ്ട് ഒരു കല്യാണം. അതിൽ ആ പെണ്ണ് പറയുന്ന കാര്യമുണ്ട്, അവന് മനുഷ്യനല്ലേ, സ്നേഹമല്ലേ, പ്രേമമല്ലേ. അങ്ങനെ ഈ പെണ്ണ് ഈ ചെറുക്കനെ കല്യാണം കഴിക്കണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട് മിശ്ര വിവാഹം അരുത്. കർത്താവ് പറഞ്ഞ വചനത്തിലെ വള്ളിപ്പുള്ളി വിടാൻ പാടില്ല. എന്നിട്ട് അതിനുശേഷം ഞാൻ കേട്ടിട്ടുണ്ട് അനേക മക്കള് ഈ സിനിമയെ അനുകരിച്ചുകൊണ്ട്, ഈ പ്രവൃത്തിയെ അനുകരിച്ചുകൊണ്ട് സഭ വിട്ട്, കൂദാശ വിട്ട്, പാരമ്പര്യം വിട്ട് പോയ ഒത്തിരി സംഭവങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സിനിമ എന്ന് പറയുന്നത് അനേക മക്കളുടെ കാഴ്ചപ്പാടിനെ, മനോഭാവത്തെ, അവരുടെ ബുദ്ധിയെ, അവരുടെ ബോധ്യങ്ങളെ ഒത്തിരി സ്വാധീനിക്കുന്ന കാര്യമാണ്. അതറിയണം. പണ്ട് ഞാനൊരു സിനിമ പോസ്റ്റ് കണ്ടു, 2 അച്ഛന്മാർ ഉടുപ്പിട്ട് നിൽക്കണം. സിനിമയാണ്. പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞു. ഞാൻ സിനിമ കാണാൻ, ഞാൻ അന്ന് 26 വർഷം മുമ്പ് തീരുമാനിച്ചു സിനിമ കാണൂല. കാരണം മറ്റൊന്നുമില്ല, മനുഷ്യ മക്കൾ നശിപ്പിക്കുന്ന, കൂദാശകൾ നശിപ്പിക്കുന്ന, തെറ്റായ പഠിപ്പിക്കുന്ന. പിന്നെ ഞാനൊരു 10-11 വർഷം ഈ ഗുണ്ടാസംഘത്തിനുള്ള ഇടപെട്ടപ്പോൾ ഈ ഗുണ്ടകളായ മക്കളും മിക്കവാറും ഓരോ ഓപ്പറേഷൻസ്, അവിടെ കൊട്ടേഷൻ, അതുപോലെ കുഴൽപ്പണി, ഇതൊക്കെ പഠിച്ചതും ഓപ്പറേഷനൊക്കെ ചെയ്യുന്നതും പല സിനിമകളുടെയും സ്വാധീനം കൊണ്ടാണ്. ഈ സ്വാധീനം അനേക മക്കളെ തെറ്റായ ജീവിതത്തിലേക്ക്, തെറ്റായ പ്രവൃത്തിയിലേക്ക്, തെറ്റായ കൂട്ടുകെട്ടിലേക്കൊക്കെ നയിച്ചതിൻ്റെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ അച്ഛനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അറിയണം വിശ്വാസത്തെ. ഈ 2 അച്ഛന്മാരും 2 കള്ളന്മാരാന്ന് പറയാ. പിന്നീട് ഞാൻ അറിയാണ് കള്ളന്മാര് അച്ഛന്മാർ ഉടുപ്പിട്ടു. നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു തമാശയല്ലേ, കോമഡിയല്ലേ? അല്ല, അതിലൂടെ കുമ്പസാരം കേൾക്കാൻ വേണ്ടിയൊക്കെ കുറെ കാര്യങ്ങളുണ്ടെന്നാ പറയാം. അവിടെ പൗരോഹിത്യത്തെ, കൂദാശയെ കോമാളികളാക്കി മാറ്റി, അതിലൂടെ കൂദാശയെ അവഹേളിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തി, കുരിശുമരണത്തിലൂടെ ലഭിച്ച പാപമോചനം, അതിനെ നിഷേധാത്മകമായിട്ട്
തള്ളിക്കളയാനും വില കുറച്ച് കാണിക്കാനുമുള്ള ഒരു ഗൂഢതന്ത്രം അതിൻ്റെ പിന്നിലുണ്ട്. ഇത് നമ്മൾ അറിയണില്ല. നമ്മൾ ചുമ്മാ നമ്മുടെ ആൾക്കാർ വരെ ഈ സിനിമ കണ്ടിട്ട് അച്ഛന്മാരെ കുറ്റം പറഞ്ഞ് ടേബിളിൽ വന്നിരുന്ന് കോമഡി ഉടഞ്ഞിരിക്കും. അത് കാണുമ്പോൾ കേൾക്കുമ്പോണ്ടല്ലോ സങ്കടം വരും മക്കളെ. നമ്മുടെ കൂതാശകൾ അവഹേളിക്കുക. അതോടൊപ്പം തന്നെ പള്ളിയിൽ പാട്ട് പാടുമ്പോൾ പെണ്ണിനെ ലൈൻ അടിക്കുക. അങ്ങനെ ഒരു സംഭവത്തെ ഇങ്ങനെ പറഞ്ഞു കേട്ടു സിനിമയിൽ. അപ്പോൾ എന്തുണ്ടായി, പിള്ളേർ കാണുമ്പോൾ പള്ളിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വിശുദ്ധ കുർബാന ഒരു അഭിനയിക്കുന്ന അച്ഛനടുത്ത് കൊടുക്കാൻ പാടില്ല. നമ്മുടെ വിശുദ്ധ കുർബാനയെ അതിൻ്റെ ചൈതന്യത്തോടെ സ്വീകരിക്കണം. നമ്മുടെ ദേവാലയത്തെ അതിൻ്റെ പരിശുദ്ധിയോടെ കാണണം. നമ്മുടെ പൗരോഹിത്യത്തെ അതുപോലെ കാണണം. അതിനെതിരെ ആര് സിനിമ ഇറക്കിയാലും ട്രോൾ ഇറക്കിയാലും കോമഡി ഇറക്കിയാലും പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രതികരിക്കണം. അല്ലെങ്കിൽ പ്രശ്നമുണ്ടല്ലോ, നമ്മുടെ മക്കള്, നമ്മുടെ യുവതലമുറ, നമ്മളുൾപ്പെടെ ചില ബോധ്യങ്ങളിലേക്കും തെറ്റായ ധാരണകളിലേക്കും കളിയാക്കലുകളിലേക്കും ഒക്കെ കടന്നു വരും. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ഒരു മേഖലയിൽ മാധ്യമങ്ങളിലൂടെ സിനിമകളിലൂടെ ഒത്തിരിയേറെ യേശുക്രിസ്തുവിനെയും അവൻ്റെ നാമത്തെയും അവിടുത്തെ ബലിയെയും പൗരോഹിത്യത്തെയും കൂദാശകളെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് നശിപ്പിക്കാൻ, താറടിക്കാൻ, തകർത്ത് കാട്ടാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഈ ദുഷിപ്പിക്കുന്ന ആത്മാക്കളെ നമ്മൾ തിരിച്ചറിയണം. KCBC ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അതിനെക്കുറിച്ചുള്ള പ്രസ്താവന ശക്തമായിട്ട് ഇറക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കലാമാധ്യമ രംഗങ്ങളിൽ ക്രൈസ്തവ വിരുദ്ധത വികാരം സമീപകാലത്ത് വർദ്ധിച്ചു വരുന്നതായിട്ട് KCBC വിലയിരുത്തി. കലാരംഗത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം അംഗീകരിക്കുമ്പോൾ തന്നെ അത് മതവികാരങ്ങളെ മുറിപ്പെടുത്തുന്ന വിധത്തിൽ ഉപയോഗിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും കൂദാശകളെയും പൗരോഹിത്യത്തെയും ക്രൈസ്തവ പ്രതീകങ്ങളെയും അവഹേളിക്കുന്ന പ്രവണത കലാരംഗത്ത് വിശേഷിച്ചും ചലച്ചിത്ര മേഖലയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു സമൂഹത്തിൻ്റെ മതവിശ്വാസങ്ങളെയും വിശുദ്ധ ബിംബങ്ങളെയും ബോധപൂർവം അവമതിക്കുന്നതും അവഹേളനാപരമായി ചിത്രീകരിക്കുന്നതും സംസ്കാര സമ്പന്നമായ സമൂഹത്തിന് ഭൂഷണമല്ല. ഉത്തരവാദപ്പെട്ടവർ ഇക്കാര്യത്തിൽ ക്രൈസ്തവ സമൂഹത്തിനുള്ള ആശങ്കകൾ തിരിച്ചറിഞ്ഞ് വേണ്ട തിരുത്തലുകൾ വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരം സംഭവങ്ങളോടുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ ബഹുമാനത്തോടെയും ക്രിസ്തീയ ചൈതന്യത്തിന് ചേർന്ന മാന്യതയോടെയുമായിരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് മെത്രാൻ സമിതി ആവശ്യപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയും, അഭിമാനത്തോടെ പറയും, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മെത്രാൻ സമിതിയും അധികാര മേഖലയും ഈ പിശാചിനെ, വിശ്വാസത്തെ, വിശ്വാസ ബിംബങ്ങളെ, വിശ്വാസ പ്രതീകങ്ങളെ, പൗരോഹിത്യത്തെ, കൂദാശകളെ ഇതുപോലെ താറടിച്ച് സിനിമയിലൂടെയും മാധ്യമങ്ങളിലൂടെയും ട്രോളുകളിലൂടെയും ചർച്ചകളിലൂടെയും അവഹേളിക്കുമ്പോൾ ശക്തമായിട്ട് പ്രതികരിച്ചതിനെ ഓർത്ത് ഒത്തിരിയേറെ അഭിമാനിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശക്തമായിട്ട് മുറുകെ പിടിക്കണം. നമ്മുടെ കൂദാശകളെ നമ്മൾ വിലമതിക്കണം. എന്നൊരു പ്രശ്നമുണ്ട് നമ്മുടെക്കിടയിൽ, നമുക്ക് തന്നെ പറ്റിയുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റുള്ളതിനെ മഹത്വവൽക്കരിക്കും. നമ്മുടെ വിശ്വാസത്തിൻ്റെ സത്യങ്ങളുണ്ട്, അതറിയില്ല, അതിൽ ഉറച്ചു നിൽക്കണം. ചില പറയും അവരുടെ നോമ്പ്, എന്തേ നമുക്ക് നോമ്പില്ലേ? അവരവിടെ വെള്ളിയാഴ്ച. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാപത്താചരണത്തിന് എന്താ കുഴപ്പം? സാപത്ത് ആചരിക്കണം, നോമ്പനുഷ്ഠിക്കണം. വിശുദ്ധരുടെ ജീവിതത്തിലൂടെ, സഭയുടെ പഠിപ്പിക്കലിലൂടെ നോമ്പിൻ്റെ ചൈതന്യം, സാപത്തിൻ്റെ ജീവിതം, ഇതൊക്കെ നമുക്കും തീവ്രമാണ്, ശക്തമാണ്. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തും, അവരെ മഹത്വവൽക്കരിക്കും, അവരുടെ നോമ്പ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളെ നമ്മൾ തന്നെ ദുഷിക്കരുത്. നമ്മളതിനെ വിലമതിക്കണം, അതിനെ ഉയർത്തിക്കാട്ടണം. അതോടൊപ്പം തന്നെ ഇതിനെ താറടിച്ച് കാണിക്കുന്ന
ആ പ്രതിഭാസത്തിനെതിരെ, ആ പ്രവണതയ്ക്കെതിരെ ശക്തമായിട്ട് നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം. ഇന്ന് ഈ ഒരു മേഖലയിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ഉയർത്തി നമ്മളതിന് വില കൊടുത്ത് അതിനോട് ചേർന്ന് പോകുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകളും ദുരന്തങ്ങളും കടന്നു വരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ കൂദാശകളിലും നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ ഓരോ പ്രവൃത്തികളിലും ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്നെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അന്യമതങ്ങളെ അനുകരിക്കരുത്. വിജാതീയവൽക്കരണം ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തെ ഒത്തിരിയേറെ ദുഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഭയിലും നമ്മുടെ കൂദാശ ജീവിതത്തിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസ ജീവിതത്തിൻ്റെ ആന്തരിക തിരിച്ചറിഞ്ഞ് അതിനെ പരിശുദ്ധി തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നിലകൊള്ളാനും അതിനുവേണ്ടി ജീവിക്കാനും അതിനുവേണ്ടി പ്രതികരിക്കാനും പ്രതിരോധിക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. വിശുദ്ധ മരിയ ഗുരുത്തി തൻ്റെ ശരീരം ദൈവത്തിന് ആലയ, അതിനെതിരെ അലക്സാണ്ടർ പ്രവർത്തിച്ചപ്പോ ആ മകൾ ചേർത്ത് നിന്നു. എന്തിനാ? വിശ്വാസത്തിനു വേണ്ടി. എൻ്റെ ശരീരം ദൈവത്തിന് ആലയമാ, അത് നശിപ്പിക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാ നമ്മൾ, ക്രിസ്തുവിൻ്റെ സ്വന്തമാ നമ്മൾ. ആ ക്രിസ്തുവിനെ അവഹേളിക്കുമ്പോൾ, ആ ക്രിസ്തുവിൻ്റെ നാമത്തെ അവഹേളിക്കുമ്പോൾ, ആ ക്രിസ്തുവിൻ്റെ കൂദാശകളെ കുരിശുമരണത്തെ അവഹേളിക്കുമ്പോൾ നമ്മൾ തമാശ കളിച്ച് അതിനെ ഗൗരവത്തോടുകൂടി കാണാതെ വേണ്ട രീതിയിൽ പ്രതികരിക്കാതെ ഇരുന്നാൽ നോർത്തോക്കെ അതെന്തുമാത്രം വലിയ തെറ്റാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളാരെയും തല്ലാനോ കൊല്ലാനൊന്നും പോണില്ല. മരിയാഗുരത്തെ ആരെയും തല്ലാനും കൊല്ലാനും പോയില്ല. അവൾ പ്രതിരോധിച്ചു, അവൾ പ്രതികരിച്ചു. അതിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്നേക്കാം. തോമസ് മൂറിനെ നമുക്കറിയാം. ഒരു വിശ്വാസത്തിനെതിരായ ഒരു അവസ്ഥ വന്നപ്പോൾ, എതിരായ പ്രവൃത്തി വന്നപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് വിശ്വാസത്തെ ദുഷിപ്പിക്കാതിരിക്കാൻ തോമസ് മൂർ ഉന്നതനായ സ്ഥാനീയൻ പ്രതികരിച്ചു. അതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന സമയത്ത് അദ്ദേഹം തമാശ രൂപേണ പറയുന്നുണ്ട്, എൻ്റെ താടി ഒന്ന് മാറ്റി പിടിച്ചിട്ട് കഴുത്ത് വെട്ടിക്കോ. താടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രതികരിക്കണം. അതിൻ്റെ പേരിൽ ഈ കഴുത്ത് അറുത്താലും ഒരു കുഴപ്പമില്ല. അന്തസ്സോടെ അഭിമാനത്തോടെ വിശ്വാസത്തിന് വേണ്ടി, കൂദാശകൾക്ക് വേണ്ടി, പൗരോഹിത്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, യേശുവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കണം. അതാണ് ക്രൈസ്തവ പ്രതികരണം. അല്ലാതെ പ്രതികാരമില്ല. നമുക്കെല്ലാവരോടും സ്നേഹമുള്ളൂ. പക്ഷെ ഒരു കാര്യം ഓർക്കണം മക്കളെ, ഈ മേഖലയിൽ ഞങ്ങൾ കുറേ അച്ഛന്മാർ ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരച്ഛനൊരു ഈ മേഖല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ എതിർപ്പുകളും ദുഷിപ്പുകളും വിശ്വാസത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പ്രായമായ അച്ഛൻ പറഞ്ഞു, കോബ്ര ഈസ് കോബ്ര ഫോർ എവർ ആൻഡ് എവരിവെയർ. മൂർഖം പാമ്പ് എപ്പോഴും മൂർഖം പാമ്പ് തന്നെയായിരിക്കും. അവന് പാല് കൊടുത്താണ്ടല്ലോ പണി കിട്ടും, അവൻ കൊത്തും. കാര്യം പിടികിട്ടി കാണും പ്രിയപ്പെട്ട മക്കളെ. സഭയെ നശിപ്പിക്കാൻ, വിശ്വാസത്തെ നശിപ്പിക്കാൻ, യേശു ക്രിസ്തുവിനെ നശിപ്പിക്കാൻ, അവൻ്റെ കുരിശുമരണത്തെ അവഹേളിക്കാൻ, ഇല്ലാതാക്കി കാണിക്കാൻ, ത്രിത്വത്തെ ഇല്ലെന്ന് പറഞ്ഞ് അവഹേളിച്ച് നമ്മുടെ വിശ്വാസത്തെ ദുഷിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികൾ ഇഷ്ടം പോലെ മൂർഖം പാമ്പിനെ പോലെ ഉണ്ട്. അവരെ നമ്മൾ തിരിച്ചറിയണം. അവൻ ഒത്തിരിയേറെ മക്കളെ നശിപ്പിച്ചിട്ടുണ്ട്. യേശുവയെ താഴ്ത്തിക്കെട്ടി ഇന്ന് സിനിമകൾ എടുക്കുന്നവരെ നോക്കിയാൽ മതി, നമുക്കറിയാം എന്താണ് അവൻ്റെയൊക്കെ അടിസ്ഥാന വികാരമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വേറെ ഒന്നിനും പോകണ്ട. ഞാൻ കുറച്ചും കൂടി പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് ആഴപ്പെട്ടു വരണം. നമുക്ക് പറ്റിയ തെറ്റ് നമ്മുടെ പിഴയാണ്. നമ്മളെന്താണെന്ന് അറിയത്തില്ല. മാമോദിസ സ്വീകരിച്ച ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് എത്ര മക്കൾക്ക് ഉറച്ച ബോധ്യമുണ്ട്? വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞാനും നീയും യേശു ക്രിസ്തുവിൻ്റെ ശരീരം അലിഞ്ഞു ചേർന്ന ദൈവത്തിൻ്റെ ആലയമാണെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? വിശുദ്ധ ബലി അർപ്പിക്കുന്ന പുരോഹിതൻ കർത്താവിൻ്റെ പിടയ്ക്കുന്ന ശരീരവും രക്തവുമാണ് എടുത്തുയർത്തുന്നതെന്ന് തിരിച്ചറിവുണ്ട്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ സത്യങ്ങളെ അനുഭവിച്ച് ജീവിച്ചാൽ അതിനെതിരെ വരുമ്പോൾ നമ്മുടെ ചങ്കൊന്ന് പെടയുടെ മക്കളെ, നമ്മൾ പ്രതികരിക്കും മക്കളെ, സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോ ഈശോ പറയാണ്, ഈശോയുടെ നാമത്തെ അവഹേളിച്ച, കൂദാശയെ അവഹേളിച്ച, ഈ പൗരോഹിത്യത്തെ താറടിച്ച് കാണിച്ച, അതിന്റെ മഹത്വത്തെ താഴ്ത്തിക്കെട്ടിയ ഒത്തിരി തിന്മകളുണ്ട്, ദുഷിച്ച പ്രവൃത്തികളുണ്ട്. അത് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ കുഞ്ഞെ? പൗരോഹിത്യത്തെ താറടിച്ച് കാണിക്കുമ്പോൾ നിനക്ക് വേദന ഉണ്ടായിട്ടുണ്ടോ? വിശുദ്ധ കുംഭസാരത്തെ അവഹേളിച്ച് കാണിച്ചപ്പോൾ നിനക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടോ? വിശുദ്ധ കുർബാനയെ, ദേവാലയത്തെ അവഹേളിച്ച്, ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഇറങ്ങി ഗർഭചിത്രത്തെ അനുകൂലിച്ചുകൊണ്ട്. നമ്മുടെ ഒരു ക്രൈസ്തവ ആശുപത്രിയില അത് ചിത്രീകരിച്ച. ഞാൻ ഇന്ന് വായിച്ചു, ആശുപത്രി അതിനെതിരെ കേസിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ ദേവാലയങ്ങളും ജീവന് വേണ്ടി കൊടുക്കണം, കണ്ണി കണ്ട സിനിമയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ളതല്ല. ദേവാലയങ്ങൾ സിനിമയ്ക്ക് വേണ്ടി കൊടുക്കരുത്, ഈ ലോകത്തിന്റെ പൈശാചികതയ്ക്ക് വേണ്ടി കൊടുക്കരുത്. കാരണം എൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ സിനിമകളൊന്നും തന്നെ നമ്മളെ കൃപയെ വളർത്തുന്ന കാര്യമില്ല. അതിൽ വരുന്ന മാതൃകകൾ അനേക മക്കളെ, കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയും, ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ കാണാതിരിക്കണം. അതൊക്കെ ഒരു പ്രതിരോധമാണ് മക്കളെ. പാപത്തെ മഹത്വവൽക്കരിക്കുന്ന, കൂദാശകളെ അവഹേളിക്കുന്ന, ദൈവപ്രമാണത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്ന, മനുഷ്യ മക്കളെ പാപത്തിലേക്ക് നയിക്കുന്ന, തിന്മയിലേക്ക് നയിക്കുന്ന, തെറ്റായ കൂട്ടുകെട്ടിലേക്ക് നയിക്കുന്ന, പ്രമാണങ്ങൾ ലംഘിക്കാൻ പഠിപ്പിക്കുന്ന സിനിമകളും മാധ്യമങ്ങളും ട്രോളുകളും എല്ലാം നമ്മൾ ബഹിഷ്കരിക്കണം. എന്നിട്ട് വിശ്വാസത്തിന് വേണ്ടി, കർത്താവിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, സ്വർഗം വെളിപ്പെടുത്തി തന്ന വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ ത്യജിക്കാനും അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കാനും സന്നദ്ധതയുള്ള തീവ്രവാദികൾ, ചാവേറുകൾ. ഞാൻ പറയും, ചാവേറ് ആരെയും കൊല്ലാനല്ല കേട്ടോ. പ്രതിരോധത്തിൻ്റെ പേരില്, വിശ്വാസത്തിൻ്റെ പേരില്, സ്വർഗത്തിൻ്റെ പേരില്, യേശുവിൻ്റെ പേരില്, കൂദാശയ്ക്ക് വേണ്ടി, ദിവ്യകാരുണ്യത്തിന് വേണ്ടി നിലകൊണ്ട് അതിനുവേണ്ടി മരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സന്നദ്ധരാകണം. അതുകൊണ്ട് നമ്മൾ ഈ ശത്രുവിനെ തിരിച്ചറിയുന്ന, നമുക്കുള്ള പ്രശ്നം ഞാൻ തുറന്നു പറയാ, ശത്രുവിനെ പലർക്കും അറിയില്ല. കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു അച്ഛനും വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം കൂദാശ വചനങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഇതാണ് പ്രാർത്ഥന, ശത്രുക്കളെ പരാജിതരാക്കി. അപ്പം ഈ അച്ഛന് ശത്രുക്കളെ പരാജിതരാക്കി എന്ന് പറയാനൊരു മടി. അദ്ദേഹം മാറ്റി പറഞ്ഞ പ്രാർത്ഥിക്കണേ, ശത്രുക്കളെ മിത്രങ്ങളാക്കി. സൂപ്പർ പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുരിശുമരണത്തിലൂടെ പാപത്തെ, ശത്രുവാകുന്ന പിശാചിനെ, ഈ വിശ്വാസത്തെ നശിപ്പിക്കുന്ന ശത്രുവിനെ യേശു പരാജയപ്പെടുത്തി. അത് ശത്രുവാ, അവനെ മിത്രങ്ങളാക്കിയിട്ടെന്ന്. ഇന്ന് നമ്മളങ്ങനെ ചെയ്യണേ, എല്ലാ ശത്രുക്കളെയും മിത്രങ്ങൾ, എല്ലാത്തിനോടും കോംപ്രമൈസ്, അതും പിടിക്കും ഇതും പിടിക്കും, അവിടെയും പോകും ഇവിടെയും പോകും. വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന പ്രവൃത്തികൾ ആരാ ചെയ്യണ മക്കളെ? നമ്മൾ തന്നെ. അതുകൊണ്ട് ഈ അവസ്ഥയിൽ, ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാന ശത്രുവിനെ തിരിച്ചറിയണം. കലഹപ്രിയരായ ജനങ്ങളെ ചിതറിക്കണമേ എന്ന് കുർബാന മധ്യേ പ്രാർത്ഥിക്കുന്നുണ്ട്. കലഹപ്രിയർ, യുദ്ധപ്രിയർ, ശത്രു, ഇതിനെയൊക്കെ നമ്മൾ കണ്ട് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനും കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഈ ശത്രുവിനെ, ഈ കലഹപ്രിയരെ, ഈ വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന ആത്മാക്കളെ യേശുനാമത്തിൽ കുരിശുമരണ ശക്തിയിൽ ബന്ധിച്ച് നിർവീര്യമാക്കി ബഹിഷ്കരിച്ച് വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളാൻ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സാധിക്കണം. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് സഭ അല്ലെങ്കിൽ മെത്രാൻ സമയത്ത് പറഞ്ഞ പോലെ പ്രതികരിക്കേണ്ടിടത്ത് നമ്മൾ ക്രിസ്ത്യാനികൾ പ്രതികരിക്കണം. അതാരെയും, വീണ്ടും പറയാണ്, ആരെയും നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ പ്രതികാരം ചെയ്യാനൊന്നുമില്ല. നമുക്ക് നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളതിനെ കാത്തു സൂക്ഷിക്കണം. സ്വർഗത്തിനു വേണ്ടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഈ ഒരു ഉന്നതമായ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ,
നമുക്കൊരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറയാം. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത്, കർത്താവിൻ്റെ കരുണയോർത്ത്, അവിടുത്തെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. കർത്താവെ സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, മഹത്വം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട റാണി ചേച്ചിയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഈ കാലഘട്ടത്തിലെ സന്ദേശങ്ങളെ ശ്രമിക്കുവാൻ വേണ്ടി നമുക്കൊരുങ്ങാം. അതിനുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മുടെ അഭിവന്യ സാമുവൽ എറീനൂസ് പിതാവാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരേണ്ടിയിരുന്നത്. ഇന്നലെ പെട്ടെന്ന് 2 മരണങ്ങൾ പിതാവിൻ്റെ പത്തനംതിട്ടയിൽ സംഭവിച്ചു, പിതാവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. അതുകൊണ്ട് പിതാവിന് ഇവിടെ നേരിട്ട് വരാനായിട്ട് കഴിഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ നിന്ന് നേരിട്ട് സംക്ഷേപണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അതിൽ സാങ്കേതികമായ ചില തടസ്സങ്ങൾ നേരിട്ടതിൻ്റെ പേരിൽ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിതാവ് പറഞ്ഞു, പിന്നീട് ഒരു ദിവസം പിതാവ് ഇവിടെ നേരിട്ട് വന്ന് ശുശ്രൂഷ നേതൃത്വം വഹിച്ചോളാന്ന് പിതാവ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ശുശ്രൂഷ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയത്. നമുക്ക് കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ പ്രാർത്ഥനയോടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ ശുശ്രൂഷയിൽ ശക്തമായിട്ട് പങ്കെടുക്കാം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു തടസ്സം നേരിട്ടതിൽ എല്ലാവരോടും, പലരൊക്കെ വിളിച്ച് ചോദിക്കേണ്ടായെന്ന് പറഞ്ഞു, എല്ലാവരോടും ഖേദം പ്രകടിപ്പിക്കുന്നു. നമുക്കറിയാം ഈ തടസ്സങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ ഇങ്ങനെ ശക്തമായിട്ടൊക്കെ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വരും. നമ്മളതിനെയൊക്കെ സ്നേഹത്തോടെ സ്വീകരിച്ച് ഉൾക്കൊണ്ട് നമുക്ക് കൂടുതൽ ശക്തിയോടെ, അഭിഷേകത്തോടെ ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാം. അതിന് അങ്ങനെ ഇതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദർ എന്നോട് പറയുണ്ടായി. നിങ്ങളെ അറിയിക്കുകയാണ്. കർത്താവ് നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ശുശ്രൂഷ ഓഗസ്റ്റ് 22 വരെയാണ്. 55 ദിവസം നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ. കൂടുതൽ ത്യാഗത്തോടെ, കൂടുതൽ പ്രാർത്ഥനയോടെ, ഓരോ മേഖലയ്ക്കും വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളായിരിക്കാം. ഇന്ന് മുതൽ നമ്മുടെ സമയത്തിൽ അല്പം ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 10:40 വരെയായിരിക്കും ഇന്ന് മുതലുള്ള നമ്മുടെ ശുശ്രൂഷകൾ. കൂടുതൽ സന്ദേശങ്ങൾ സ്വീകരിക്കാം, വചനം സ്വീകരിക്കാം. കർത്താവിൻ്റെ ഹിതം നമ്മിലൂടെ പൂർത്തീകരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമ്മുടെ പ്രിയപ്പെട്ട റാണി ചേച്ചിയെ നമുക്ക് ഈ സമയം ശ്രവിക്കാം. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവകൃപ നിറഞ്ഞ, കൃപയുടെ നിറവായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് ഇന്ന് അമ്മയ്ക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്ന് ഗ്രഹിക്കാനും ശ്രവിക്കുവാനുമുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി അമ്മയോട് നമുക്ക് പറയാം, അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. അമ്മ എന്നെ യേശുവിൻ്റെ സ്വന്തമാക്കി, യേശുവിൻ്റെ മാത്രമാക്കി മാറ്റണേ. അമ്മേ, ഞങ്ങൾ ശ്രവിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഗ്രഹിച്ചുകൊണ്ട്, ഗ്രഹണം ജീവിതത്തിൽ ബുദ്ധിയുടെ തലത്തിലേക്കും ബുദ്ധി കഴിവിലേക്കും കഴിവ് കൃപയിലേക്കും വളരാനുള്ള അനുഗ്രഹം, ആ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ യേശുവിൻ്റേത് മാത്രമാകട്ടെ അമ്മേ. അമ്മ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് സ്വീകരിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മ ഇന്നലെ നമ്മളോട് പറഞ്ഞു, ജപമാലയാൽ സാത്താൻ ബന്ധിതനാകും. ഉറപ്പാണ് മക്കളെ, നിങ്ങൾ ജപമാലയെടുത്ത് പ്രാർത്ഥനാ നിരതരായിട്ട്
എന്നോടൊപ്പം, പരിശുദ്ധ അമ്മയോടൊപ്പം യുദ്ധം ചെയ്ത് മുന്നേറണമെന്ന്. ഇന്ന് അമ്മ ആ സന്ദേശത്തിൻ്റെ തുടർച്ച പറയുകയാണ്. മക്കളെ, ജപമാല എന്ന ചങ്ങലയിൽ ബന്ധിതനായി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർവീര്യമാക്കപ്പെടും. അവനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാകും. ഒരിക്കലും അവന് സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല. അതിനാൽ മക്കളെ, പാപങ്ങളെ ഉപേക്ഷിച്ച് ശിശു സഹജമായ മനസ്സോടെ പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരായി കുമ്പസാരത്തിലൂടെ ദിവ്യകാരുണ്യത്തിലൂടെയെല്ലാം പരിശുദ്ധ ശക്തി സ്വീകരിച്ച് പിതാവിൻ്റെ പദ്ധതികൾക്ക് കീഴ്പ്പെടുവിൻ. ദൈവീക പദ്ധതിക്ക് കീഴ്പ്പെടുവിൻ. എന്താണ് ദൈവീക പദ്ധതി? ജെറമ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകത്തിൽ 29-ാം അധ്യായം 11-14 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നില്ലേ? നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമ്മുടെ ക്ഷേമം മാത്രമാണ്, നന്മ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ദാരിദ്ര്യമോ ഒന്നും ഈശോ ആഗ്രഹിക്കുന്നതല്ല. നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളാൽ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത് എന്ന് വചനം പറയുന്നു. അത് സത്യവുമാണ്. എങ്കിൽ പിന്നെ ഈ ദൈവിക പദ്ധതിയെ തകർക്കാൻ ആർക്കാ സാധിക്കുക? ഒരൊറ്റ വ്യക്തിക്ക് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തകർക്കാൻ സാധിക്കൂ. അത് നമുക്കാണ്. കുഞ്ഞെ, നിനക്കാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയെ തകർക്കാൻ കഴിയുക നിനക്കാണ്. നീ തിന്മയെ കൂട്ടുപിടിച്ച് ജീവിക്കുമ്പോൾ, ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ, ദൈവത്തെ കൂടാതെ ജീവിക്കാം എന്നുള്ള വ്യാജേന നീ ജീവിക്കുമ്പോൾ, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയെ നീ തകർക്കുകയാണ്. നീയാണ് അതിന് തടസ്സം നിൽക്കുന്നത്. ആ തടസ്സത്തെ എടുത്തു മാറ്റാൻ നിനക്ക് കഴിയും. എപ്പോൾ നീ ദൈവത്തിലേക്ക് തിരിഞ്ഞ്, ദൈവമേ തെറ്റിപ്പോയി, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകൾക്കും കുമ്പസാരമെന്ന കൂദാശയിലൂടെ മാപ്പ് അപേക്ഷിച്ച് കൃപ സ്വീകരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് പ്രാർത്ഥനയിലേക്ക് നീ കടന്നു വരുമ്പോൾ, നീ തകർത്ത ദൈവിക പദ്ധതി വീണ്ടും ഉയർത്താനായിട്ടും ദൈവത്തിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയുടെ വിളി സ്വീകരിക്കുന്ന കുഞ്ഞായിട്ട് മാറാനും നിനക്ക് സാധിക്കും. അതുകൊണ്ട് നീ ദൈവത്തെ സ്നേഹിക്കുക. എത്ര സ്നേഹിക്കണം? പലരും പറയാറുണ്ട്, ഒരുപാട് സ്നേഹിച്ചാൽ ഞാൻ ജീവിക്കുന്ന, ഈശോയെ ഒരുപാട് ഇഷ്ടമാണ്. എത്ര സ്നേഹിക്കണം ഇനി എൻ്റെ കഷ്ടങ്ങൾ തീരാൻ? പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാ. ഒരു ഉത്തരമേ അമ്മ പറഞ്ഞു തന്നത്, സ്നേഹത്തിന് ഒരു അളവുകോലേ ഉള്ളൂ, അളവില്ലാതെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അളവില്ലാതെ സ്നേഹിക്കുക. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി സ്നേഹിക്കരുത്. നീ ഒന്ന് മാത്രം കിട്ടാൻ ആഗ്രഹിച്ചോ? നിത്യത. അത് ലഭിക്കാതെ ലോകത്ത് എന്തു കിട്ടിയിട്ടും നിന്റെ ആത്മാവിൽ കുറവ് അനുഭവിക്കുന്ന വ്യക്തിയായിട്ട് തന്നെ നീ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ നിത്യത കിട്ടാൻ ആഗ്രഹിച്ച് അളവില്ലാതെ ദൈവത്തെ സ്നേഹിക്ക്. ആ സ്നേഹം ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമായിട്ട് നിന്റെ ജീവിതത്തിൽ കൃപയായിട്ട് നിറയും. മക്കളെ, ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ അമ്മയ്ക്ക് കഴിയുന്നില്ല. കാരണം എന്താ? നമ്മൾ മനസ്സിലാക്കുന്നില്ല. നിഷ്കളങ്ക രക്തത്താൽ നിങ്ങളുടെ തെരുവുകൾ കളങ്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. വെട്ടും കൊലയും കൊള്ളയും പല മക്കൾ ഒരുമിച്ച് ചേർന്ന് എന്ത് വൈരാഗ്യമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, വ്യക്തിപരമായ വൈരാഗ്യമാകട്ടെ, എന്തോ ആകട്ടെ, ഒരു മനുഷ്യനെ നടു റോട്ടിലിട്ട് വെട്ടിക്കൊല്ലുക. എന്തൊരു അവസ്ഥയാ ലോകത്തിൻ്റേത്. അമ്മ പറയാ, നിഷ്കളങ്ക രക്തത്താൽ നിങ്ങളുടെ തെരുവുകൾ കളങ്കപ്പെട്ടിരിക്കുന്നു. നിഷ്കളങ്ക രക്തം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ വെട്ടിക്കൊല്ലുന്നത് പോലെ തന്നെ അബോഷൻ എന്ന പാപം, ആ പാപം ചെയ്തിട്ട് നിഷ്കളങ്കരായ ശിശുക്കളുടെ രക്തം ഈ ഭൂമിയിലേക്ക് ഒഴിക്കുമ്പോൾ ആ രക്തം സ്വർഗത്തിന് നേരെ നിലവിളിക്കുന്നുണ്ട്. അത് അമ്മയ്ക്ക് ഉള്ള വലിയൊരു സങ്കടമാണ്. അമ്മ പറയുന്നു, നിഷ്കളങ്ക രക്തത്താൽ തെരുവുകൾ കളങ്കപ്പെട്ടിരിക്കുന്നു.
എൻ്റെയും എൻ്റെ തിരുക്കുമാരൻ്റെയും ഹൃദയം ഇത് കണ്ട് തളർന്നു പോകുന്നു. കാരണം ദൈവത്തിൻ്റെ ജീവനെ, ദൈവം നൽകുന്ന ജീവനുകളെ വെട്ടിവീഴ്ത്തുക, എൻ്റെ പൊന്നുണ്ണിയുടെ ശരീരമാകുന്ന സഭയെ പിടിച്ചു വലിക്കുകയും വിഭജിക്കുകയും അംഗഭംഗപ്പെടുത്തുകയും തളർത്തിക്കളയുകയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്നാ പരിശുദ്ധ അമ്മ പറയുന്നേ. പൗലോസ് അപ്പസ്തോലനോട്, സാവൂളിനോട് ദൈവമായ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞൊരു സന്ദേശത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, സാവൂൾ സാവൂൾ നീ പീഡിപ്പിക്കുന്ന കർത്താവാണ് ഞാനെന്ന്. സാവൂൾ ചോദിച്ചു, ഞാൻ നിന്നെ പീഡിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ സഭയെ പീഡിപ്പിക്കുന്നത് കർത്താവിനെ പീഡിപ്പിക്കുന്നത് തുല്യമാണെന്ന് ഇതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ പറയാ, എൻ്റെ പൊന്നുണ്ണിയുടെ ശരീരമാകുന്ന സഭ യേശുവിൻ്റെ ശരീരമാണ്. ആ സഭയെ പിടിച്ചു വലിക്കുകയും വിഭജിക്കുകയും, ഇതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ നമുക്കറിയാം. സഭയുടെ മക്കളാൽ തന്നെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ. വിശ്വാസത്തിൻ്റെ മേഖലയിലും വിശ്വാസ ജീവിതത്തിൻ്റെ മേഖലകളിലും പല മേഖലകളിലും അത് വിഭജിക്കുന്നു, സഭയെ വിഭജിക്കുന്നു. യേശുക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ? ഇല്ല. കർത്താവിൻ്റെ സഭയെ വിഭജിക്കുമ്പോൾ പല പല ഗ്രൂപ്പുകൾ പലയിടത്തും കൂണ് മുളയ്ക്കുന്നത് പോലെ ഇങ്ങനെ മുളച്ചു വരും. എന്നിട്ട് അവരുടെ പ്രത്യയ ശാസ്ത്രങ്ങളെല്ലാം സത്യമാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് ഒരു പിടി ആത്മാക്കളെ അവരുടെ വലയിൽ വീഴ്ത്തും. പാവം ആത്മാക്കൾ അത് വിശ്വസിച്ചുകൊണ്ട് സത്യസഭയെ ഉപേക്ഷിച്ച്, അതായത് യേശുക്രിസ്തുവിനെ തന്നെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു എന്ന വ്യാജേന ജീവിക്കുമ്പോൾ സഭയെ വലിച്ചു പറിച്ചെടുത്ത് വിഭജിക്കുകയാണ്, അംഗഭംഗപ്പെടുത്തുകയാണ്, തളർത്തിക്കളയുകയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. ഐക്യവും സമാധാനവും പ്രസംഗിക്കപ്പെടുന്നു, എന്നാൽ അത് പ്രാവർത്തികമാക്കുന്നവർക്ക് വേണ്ടി മനുഷ്യൻ തന്നെ വലകൾ വിരിക്കുന്നു. സത്യമല്ലേ? ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? ഐക്യം സമാധാനം എല്ലായിടത്തും പ്രസംഗിക്കുന്നു, എല്ലാവരും പ്രസംഗിക്കുന്നു, എല്ലാവർക്കും അത് തന്നെയാണ് ആഗ്രഹം. എന്നാൽ അത് പ്രസംഗിക്കപ്പെടുന്നു, എന്നാൽ അത് പ്രാവർത്തികമാക്കുന്നവർക്ക് വേണ്ടി, ജീവിതത്തിലൂടെ പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി, ജീവിതം സുവിശേഷ സാക്ഷ്യമാക്കി മാറ്റുന്നവർക്ക് വേണ്ടി മനുഷ്യൻ തന്നെ വലകൾ വിരിക്കുന്നു. ഈ കാലയളവിൽ തന്നെ ഇത്രയേറെ ദുരവസ്ഥകൾ ഉണ്ടാവുന്നത് കൊണ്ട് കൂടിയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ അസാധാരണമായ പ്രത്യക്ഷങ്ങൾ നൽകുന്നതും പ്രവർത്തിക്കുന്നതും. പലരും പറയില്ലേ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നോ? അതിൻ്റെ അർത്ഥം എന്താ? അതൊക്കെ സത്യമാണോ? സഭ അത് അംഗീകരിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അമ്മ പറയുന്നു, ആരുടെയും അംഗീകാരത്തിൻ്റെയും സ്ഥിരീകരണത്തിൻ്റെയും തീരുമാനങ്ങൾ ഉറപ്പിക്കപ്പെടുന്നത് കാത്തു നിൽക്കാൻ എനിക്ക് സമയമില്ല. പരിശുദ്ധ അമ്മയ്ക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. അംഗീകാരത്തിൻ്റെ, ഉറപ്പിക്കപ്പെടുന്നതിൻ്റെ, സ്ഥിരീകരണത്തിൻ്റെ. അമ്മയ്ക്ക് പ്രവർത്തിക്കണം, അമ്മയ്ക്ക് മക്കളെ രക്ഷിക്കണം, അമ്മയ്ക്ക് സഭയെ രക്ഷിക്കണം. നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് സഭ തളരുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് ദുഃഖമുണ്ട്. സഭയുടെ മക്കൾ വിഭജിക്കപ്പെടുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് ദുഃഖമുണ്ട്. എന്നെ കേൾക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒന്നാകാം. ഗ്രൂപ്പുകളൊന്നും വേണ്ട. കത്തോലിക്ക തിരുസഭ കർത്താവിൻ്റെ സഭയാണ്. യേശു ക്രിസ്തു സ്ഥാപിച്ച അവിടുത്തെ സഭയാണ്. ആ സഭയിൽ നിന്ന് മാറപ്പെടുന്നവര്, പല ശാസ്ത്രങ്ങളും പറഞ്ഞ്, പല വിശ്വാസ സംഹിതകളും പറഞ്ഞ് മാറിപ്പോയിട്ടുള്ളവര് ദയവായിട്ട് ശ്രവിക്കണമേ, കേൾക്കണമേ. ദൈവത്തിൻ്റെ സഭ, കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരണമേ. അമ്മയുള്ളിടത്തേക്ക് മക്കൾ ഓടി വരില്ലേ? കത്തോലിക്ക സഭയില് പരിശുദ്ധ അമ്മയുണ്ട്, യേശുവുണ്ട്. അവിടുത്തെ തിരുശരീര രക്തങ്ങൾ ഭക്ഷണപാനീയമായി നൽകി ആത്മാവിനെ ഉണർത്തി സ്വർഗം നോക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പലരും ചിന്തിച്ചേക്കാം, എന്നിട്ട് ഈ കത്തോലിക്കരെന്താ ഇതുപോലെയൊക്കെ വഴിതെറ്റിപ്പോകുന്നതെന്ന്. ഓർക്കുക, വഴിതെറ്റിക്കുന്നത് കർത്താവല്ല, വഴിതെറ്റുന്നത് മനുഷ്യരാണ്. കർത്താവ് നന്മയുടെ വഴിയാ കാണിച്ചു തന്നത്. വഴിതെറ്റിപ്പോയത് തിന്മയുടെ ആകർഷണത്താലാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, തിരിച്ചു വരിക, തിരിച്ചറിവിലേക്ക് വരിക. ഈശോ അതിനുള്ള അനുഗ്രഹം തരും. മക്കളെ, ഒന്ന് ഓർക്കുക, ദൈവത്തെ വഞ്ചിക്കുവാനോ
വാദമുഖങ്ങൾ കൊണ്ട് അവിടുത്തെ ബോധ്യപ്പെടുത്തുവാനോ ആർക്കും കഴിയില്ല. ദൈവത്തെ വഞ്ചിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന ലോകമേ, നിനക്കാണ് തെറ്റുപറ്റിയത്. ലോകം ഇന്ന് മനുഷ്യന് ഒരു അടയാളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിവോടെ, പരിശുദ്ധാത്മ നിറവോടെ നല്ല ജീവിതം നയിക്കുകയാണ് ഇനി മനുഷ്യൻ ചെയ്യേണ്ടത്. മനുഷ്യൻ ചെയ്യേണ്ടത് എന്തെന്നാ പരിശുദ്ധ അമ്മ പറയുന്നേ? തിരിച്ചറിയുക, പരിശുദ്ധാത്മാവിനായിട്ട് ദാഹിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ നല്ല ജീവിതം. എന്താ നല്ല ജീവിതം? തിന്മയുടെ ജീവിതം ഉപേക്ഷിച്ചിട്ട് നന്മ തന്നെയായ ദൈവത്തിലായിരുന്നു കൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നന്മ ചെയ്ത്, നന്മ പറഞ്ഞ്, നന്മ ചിന്തിച്ച് ജീവിക്കുക. പ്രിയ ദൈവപൈതലേ, നീ ചിന്തിക്കുന്നുണ്ടോ നീ നന്മയുടെ വഴിയിലൂടെയാണെന്ന്? എങ്കിൽ ഓർക്കുക, ജീവിത നന്മകളെ ദൈവിക മേന്മയിലേക്ക് ഉയർത്താൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ നന്മയുടെ പൂർണ്ണതയിലല്ല. നിനക്ക് നന്മയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അത് സത്യമാണ്. കാരണം നിന്നെ സൃഷ്ടിച്ചത് നന്മ തന്നെയായ ദൈവമാണ്. നിന്റെ ജീവിതത്തിലുള്ള നന്മകളുണ്ടല്ലോ, നല്ലത് എന്ന് നീ ചിന്തിക്കുന്നത്, എനിക്ക് പണമുണ്ട്, സൗകര്യമുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, പ്രശസ്തിയുണ്ട്, ജോലിയുണ്ട്, എല്ലാ കഴിവുകളുണ്ട്, സ്നേഹിതരുണ്ട്, നല്ലത് തന്നെ, എല്ലാം നല്ലത് തന്നെ. എന്നാൽ ഈ നന്മകളെ ദൈവിക മേന്മകളാക്കി കാണാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ആത്മീയ സ്വാതന്ത്ര്യത്തിൽ നീ പരാജിതനാണ്. നിന്റെ ജീവിത നന്മകളെ ദൈവിക മേന്മയിലേക്ക് ഉയർത്താൻ നീ പ്രാർത്ഥിക്കണം, നീ പരിശ്രമിക്കണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. മനുഷ്യ ജീവിതം കൊണ്ട് ലോകത്തിന് അടയാളം നൽകാനാണ് യേശു ആഗ്രഹിക്കുന്നത്. അതിനാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ ജീവിതം കൊണ്ട് ലോകത്തിന് അടയാളം കൊടുക്കണം. ലോകം നമ്മെ നോക്കുമ്പോൾ പറയണം, യേശു എന്ന ദൈവമുണ്ട്, ആ ദൈവമാണ് ഏക ദൈവം. എന്നെ കണ്ടിട്ട് ലോകത്തിലുള്ളവർ പറയണം, ഈ മകൾ യേശുവിൻ്റേതാണ്, ഈ മകൻ യേശുവിൻ്റേതാണ്. അങ്ങനെ നീ ജീവിക്കുമ്പോൾ ലോകത്തിന് നീ അടയാളമാകുകയാണ്. പരസ്നേഹത്തിലൂടെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ എല്ലാം ഈ ജീവിത നന്മകളെ ദൈവിക മേന്മകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിനാൽ മക്കളെ, മാനസാന്തരത്തിൻ്റെ വഴികളെ സ്വീകരിക്കൂ. സിംഹത്തിൻ്റെ വായിൽ നിന്നും എന്ന പോലെ സാത്താൻ്റെ വായിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുന്ന ഈ അമ്മയെ ശ്രവിക്കുവാനും ആഹ്വാനങ്ങൾ സ്വീകരിക്കുവാനും നിങ്ങൾ തയ്യാറാകുക. ദൈവരാജ്യം നിങ്ങളുടെ മധ്യേയുണ്ട്. അത് അവിടെയുണ്ട് ഇവിടെയുണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ മധ്യേയുണ്ട്, നിങ്ങളിലുണ്ട്. അപ്പോൾ ദൈവരാജ്യം നമ്മുടെ മധ്യേയുണ്ട്, നമുക്കതിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ വാതിലുകൾ നമ്മൾക്ക് നേരെയാണ് തുറന്നിട്ടിരിക്കുന്നത്. അത് ആ വാതിൽ ഏതാണെന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ ദൗത്യം. നമുക്ക് മുൻപിൽ ലോകത്ത് ഒരുപാട് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. എന്നാൽ ദൈവം തുറന്നിട്ടിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വാതിൽ ഏതാണ്? ആ രാജ്യത്തിൻ്റെ അവകാശിയാണ് പ്രിയ ക്രിസ്ത്യാനി നീ. കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ്. അപ്പോൾ ദൈവരാജ്യത്തിന്, സ്വർഗരാജ്യത്തിന് അവകാശിയാണ്. ദൈവരാജ്യമാണ് ഇപ്പോൾ നമ്മുടെ മധ്യേയുള്ളത്. അതിൽ ജീവിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. ശുദ്ധീകരണത്തിൻ്റെയും മഹാപീഡനത്തിൻ്റെയും ഈ അന്തിമ വേളയിൽ സ്വർഗം ഭൂമിയുമായി സംയോജിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവികമായി രൂപീകരിക്കപ്പെട്ട സൈനിക നിരയിൽ പങ്കുകാരായി മക്കളെ മുന്നേറുക. സകല പുണ്യവാന്മാരുടെയും ഐക്യം പകർന്നു നൽകുന്ന ആനന്ദത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങളേവരെയും ഈ അമ്മ ക്ഷണിക്കുന്നു. സകല പുണ്യവാന്മാരുടെയും ഐക്യത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസ പ്രമാണം ഏറ്റുപറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, പുണ്യവാന്മാരുടെ ഐക്യത്തിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? ആ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ പുണ്യവാനും പുണ്യവതിയും ആകാനുള്ള വിളി നമ്മൾക്കുണ്ട്. അത് നമുക്ക് സ്ഥിരീകരിച്ചെടുക്കേണ്ടത് ഈ ദൈവരാജ്യത്തിൽ ജീവിച്ചുകൊണ്ടാണ്, ലോകരാജ്യത്തിൽ ജീവിച്ചിട്ടല്ല. പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും ഈ അമ്മ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കേണ്ടത്?
അമ്മയുണ്ട് കൂടെ, മക്കൾക്ക് ഒരു തരത്തിലുള്ള ഒരു അസ്വസ്ഥതകളും ഇല്ലാതെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ആ അമ്മയെ കൂട്ടുപിടിച്ചാൽ മതി. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ യേശുവിൽ അഭയം പ്രാപിക്കുക, വളരുക. അവൻ തുറന്നത് ആരും അടച്ചിട്ടില്ല, അവൻ അടച്ചത് ആരും തുറന്നിട്ടുമില്ല. അതുകൊണ്ട് മക്കളെ, നരകസർപ്പത്തിൻ്റെ തല തകർത്ത് നരകവാതിലുകൾ എന്നേക്കുമായി അടച്ച് നിങ്ങൾക്ക് സ്വർഗീയ സ്വാതന്ത്ര്യം നേടിത്തരാൻ ഈ അമ്മയോടൊപ്പം വിശ്വാസത്തോടെ വചനത്തിൽ ആഴ്ന്നിറങ്ങിയ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് ജീവിക്കുക. വിശ്വാസത്തിൽ ആഴ്ന്നിറങ്ങിയ, വചനത്തിൽ ആഴ്ന്നിറങ്ങിയ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മുന്നേറണം. ഈ വചനത്തിൽ ആഴ്ന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? വചനം ദൈവം തന്നെയാണ്, യേശു തന്നെയാണ്. ആ യേശുവിൻ്റെ ജീവിതത്തോട് താതാത്മ്യപ്പെട്ട് ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം. ഈ ലോകത്ത് വചനം പകർന്നു തരാൻ അല്ലെങ്കിൽ നന്മ പറഞ്ഞു തരാൻ ഒക്കെ ഒത്തിരി ദൈവമക്കളുണ്ട്. നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മെ കേൾക്കാൻ ആൾക്കാരുണ്ട്. നമുക്കൊരു ബലഹീനത വരുമ്പോൾ, കുറവുകൾ വരുമ്പോൾ അതൊക്കെ മനസ്സിലാക്കി തരാൻ സഭാ സംവിധാനങ്ങളുണ്ട്, കൂദാശകളുണ്ട്, എല്ലാം ഉണ്ട്. ആരൊക്കെ നമ്മോട് എന്തു പറഞ്ഞാലും അവരൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു നന്മയുടെ വെളിച്ചം കിട്ടുമെങ്കിലും ഒരു ശക്തി, അത് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ യേശുവിൽ ആശ്രയിക്കണം. മനുഷ്യർക്ക് നമുക്ക് നന്മ പകർന്നു തരാൻ പറ്റും, പക്ഷെ പകർന്ന് ലഭിച്ച നന്മ ജീവിക്കാനായിട്ട് ശക്തി വേണ്ടേ, കൃപ വേണ്ടേ? അത് പരിശുദ്ധാത്മ ശക്തിയാണ്. അത് സ്വീകരിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. മനുഷ്യരിലൂടെ ദൈവം നമ്മെ ദൈവത്തിലേക്ക് ചൂണ്ടുവിരലായിട്ട് നയിക്കും. പക്ഷെ ഒരു വ്യക്തിക്കും ദൈവമാകാൻ പറ്റില്ല, ഒരു മനുഷ്യ വ്യക്തിക്കും ദൈവമാകാൻ പറ്റില്ല. അത് ദൈവമായ യേശുവിന് മാത്രമേ പറ്റൂ. ദൈവം മനുഷ്യനായി, മനുഷ്യന് ദൈവമാകാൻ പറ്റില്ല. ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്ത് കുറേ മനുഷ്യ ദൈവങ്ങളുണ്ട്. അത് ദൈവങ്ങളല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ മനുഷ്യർക്കും അറിയാം. പക്ഷെ മൂഢത പിടിച്ച്, നേരത്തെ പറഞ്ഞതുപോലെ നിസ്സംഗതയുടെ മൂടുപടത്തിലായിരിക്കുന്നവർക്ക് കുറേ മനുഷ്യരെ ദൈവങ്ങളായി പൂജിച്ച് ആരാധിച്ച് നടക്കുന്ന ഒരു സ്വഭാവ രീതിയൊക്കെ ഈ ലോകത്തുണ്ട്. മനുഷ്യ ദൈവങ്ങളെ ദൈവങ്ങളായി കാണരുത്, അത് മനുഷ്യനല്ല. നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും തരാനായിട്ട്, നന്മയുടെ വെളിച്ചം നന്മകൾ ഉള്ളവർ പറഞ്ഞു തരുമായിരിക്കാം, പക്ഷെ നന്മയായി നിറയാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് യേശുവിൽ നിന്റെ ദൃഷ്ടി ഉറപ്പിക്കുക. നീ എത്ര നന്മയുള്ളവരാണെന്ന് പറഞ്ഞാലും ഒരിക്കലും അവർ പറയുന്നത് നന്മയാണെങ്കിൽ പോലും നന്മ സ്വീകരിക്കാം, പക്ഷെ അവരെ ദൈവമായിട്ട് ആരാധിക്കരുത്. ഇത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരിക്കൽ കുറേ ദൈവമക്കൾ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. കുറേ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മുട്ടുസൂചി ഇടാൻ സ്ഥലമില്ലാത്ത അത്രയും ദൈവമക്കൾ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് രൂപതയുടെ യുവക്ഷേത്ര എന്ന് പറയുന്ന ഒരു സെൻറ്ററിൽ മരിയൻ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോകാൻ റെഡിയായി ഇറങ്ങുന്ന സമയത്ത് നല്ല തിരക്ക് വന്നു. അപ്പോൾ വന്നവരോട് 2 വാക്ക് മിണ്ടിയിട്ട് പോകാൻ അവർ നിർബന്ധിച്ചപ്പം പരിശുദ്ധ അമ്മയെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി ഞാൻ അവരുടെ മുൻപിൽ നിന്നു. പക്ഷെ ഞാൻ നിൽക്കുന്നെങ്കിൽ എൻ്റെ ചുറ്റും ആൾക്കാരുണ്ട്. ചുറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ദൈവജനമുണ്ട്. ഞാൻ അവരോട് അനുഭവം പറഞ്ഞു, ഈശോയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് എൻ്റെ കാലിൽ പെട്ടെന്ന് ഭയങ്കര വേദന വന്നു. അപ്പം ഞാൻ കാല് പുറകോട്ട് വലിച്ചു. ഞാൻ ഓർത്തത് അന്ന് ഈ ചാപ്പലില്ല കേട്ടോ, അപ്പുറത്ത് ആ കൊച്ചു ഭവനത്തിലാണ് പ്രാർത്ഥന നടക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം അന്ന് തൊഴുത്തായിരുന്നു. ഇവിടെയും ജനങ്ങളുണ്ട്, അകത്തും പുറത്തൊക്കെ ജനങ്ങളുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വല്ല പഴുതാര വന്നു എന്ന് ഓർത്ത്, എൻ്റെ കാലിൽ വല്ലതും കടിച്ചതാണെന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് കാല് വലിച്ചു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും ബാക്കി പറയാനുള്ളത് പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് പോകണം, യുവക്ഷേത്രയിൽ ധ്യാനം നടക്കുക. ഞാൻ ഇറങ്ങി ഞാൻ വാഹനത്തിൽ കയറിയപ്പോൾ എൻ്റെ കാലിൽ നിന്ന് രക്തം വരുന്നുണ്ട്, നല്ല പെയിനുണ്ടായിരുന്നു. അപ്പം ഞാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കാല് കഴുകാൻ പൈപ്പിനടുത്തേക്ക് വന്നപ്പോൾ
എൻ്റെ നഖവും അല്പം തൊലിയോട് കൂടെ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നു, ബ്ലേഡ് വെച്ച് മുറിച്ചതുപോലെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നെയോ വേറെ ഒന്ന് കടിച്ചതല്ല, എന്തോ ആരോ മുറിച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവജനത്തിൻ്റെ ഇടയിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഇതിൽ ആരെങ്കിലും എൻ്റെ കാലിൽ ബ്ലേഡ് വെച്ച് അങ്ങനെ മുറിച്ചായിരുന്നോ? എൻ്റെ സാരിയിലും സാരിയുടെ അടിഭാഗത്തൊക്കെ ബ്ലഡ് ഉണ്ട്. അപ്പോൾ ആരും ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഒരു സഹോദരി വന്നിട്ട് എൻ്റെ നഖത്തിൻ്റെ ചെറിയൊരു പീസ് കൊണ്ട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരി തിരുശേഷിപ്പായിട്ട് മുറിച്ചെടുത്തതാന്ന്. എന്തോരു അബദ്ധമാണ് കാണിച്ചത് അല്ലേ. ഞാൻ വിശുദ്ധിയൊന്നുമല്ല, ഞാൻ ദൈവമല്ല. സഹോദരി എന്നോട് പറഞ്ഞ വാക്കാണ് എനിക്ക് വിഷമമായത്. ഞാൻ ദൈവത്തെ പോലെ ആരാധിക്കുന്നു സഹോദരിയെ, അതുകൊണ്ട് ഞാൻ അറിയാതെ മുറിച്ചെടുക്കാമെന്ന് കരുതി ഒരു ചെറിയൊരു പീസ് നഖം മുറിച്ചതാണ്. അപ്പം ഇച്ചിരി തൊലിയും കൂടെ പോന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. സാരിയുടെ തലപ്പൊക്കെ മുറിച്ചെടുത്ത്, മുടി മുറിച്ചെടുത്തൊക്കെ കൊണ്ടുപോയവരുണ്ട്. നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? മനുഷ്യരിലെ ദൈവത്തെ കാണണം, ദൈവമായി മനുഷ്യരെ കാണരുത്. അത് വലിയ തിന്മയാണ്, അത് വിഗ്രഹാരാധനയാണ്. ഇവിടെ വരുന്ന പലരോടും ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ആ കല്യാണം നടത്തണോ, ഈ കല്യാണം നടത്തണോ, ദുബായിക്ക് പോകണോ വേണ്ടയോ, വേഗം ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞേ എന്ന് പലരും പറയാറുണ്ട്. ഞാൻ പറയും, ഞാൻ ദൈവമല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളൊരു നിയോഗം പറഞ്ഞാൽ, എൻ്റെ ഈ ശരീരത്തിലെ ശ്വാസം ഉണ്ടെങ്കിൽ, എനിക്ക് ജീവനുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എളിമയോടെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കേട്ട് അനുഗ്രഹം തരേണ്ടത് ഈശോ ആണ്, ഞാനല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കും. മനുഷ്യർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പലതരത്തിൽ സഹായിക്കാൻ പറ്റും. പക്ഷേ ദൈവമായിട്ട് പ്രവർത്തിക്കാൻ അത് പറ്റില്ല. അത് അന്ധതയാണ്. അത് നിസ്സംഗതയുടെ മൂടുപടം ധരിച്ച് സ്വയം ദൈവങ്ങളായി അവതരിച്ചുകൊണ്ട് ലോകത്ത് ജീവിക്കുന്ന ആരെയും ഒരുത്തരെയും നമ്മൾ വിശ്വസിക്കരുത്. ദൈവങ്ങളായി മനുഷ്യരെ കാണരുത്. മനുഷ്യരിൽ ദൈവത്തെ കാണാം നന്മയുണ്ടെങ്കിൽ, ദൈവമായി മനുഷ്യനെ കാണരുത്. ഞാനത് ഓർത്തപ്പോൾ പറഞ്ഞെന്നേ ഉള്ളൂ. പറഞ്ഞു വന്നത് കൊണ്ട് പറയാം. ഇവിടെ വന്നിട്ട് പലരും വാശി പിടിക്കാറുണ്ട്, ശാഠ്യം പിടിക്കാറുണ്ട്. റാണിയെ കണ്ടാൽ മതി, റാണി ഒന്ന് തൊട്ടാൽ മതി, റാണി ഒന്ന് ചിരിച്ചാൽ മതി. പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, പലപ്പോഴും ഒരുപക്ഷെ ഞാനും നിങ്ങളുടെ സ്ഥാനത്താണെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ. പക്ഷെ പലപ്പോഴും നമ്മൾ ആ ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും അത് വേണ്ടാത്തതാണ്. ഞാൻ ദൈവമല്ല. നിങ്ങളിവിടെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗം എഴുതിയിട്ട് പോയാലും ആ പേപ്പർ കഷ്ണം എടുത്ത് ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നൊരു സംവിധാനമുണ്ട് ഇവിടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. മനുഷ്യരെ ദൈവങ്ങളായി കാണരുത്. നമ്മൾക്ക് മനുഷ്യരിൽ ദൈവത്തെ കാണാൻ മാത്രമേ സാധിക്കാവൂ. ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഇനിയും കൂടി പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പറയുക, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളിൽ ഒരുവളാണ്. ഞാൻ ഇവിടെ നിന്ന് പരിശുദ്ധ അമ്മ തന്ന ഈ സന്ദേശമൊക്കെ പറയുന്നു എന്ന് കരുതി ഞാൻ പരിശുദ്ധ കന്യകാമറിയം അല്ല, ഒരു ചെറിയ ഉപകരണം. അമ്മയും ഈശോയും ആഗ്രഹിക്കുന്നത് പോലെ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ പൈതലാണ് ഞാൻ എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് എളിമയോടെ പറയാ, ആരും റാണിയെ കാണാൻ കഞ്ചിക്കോട് വരരുത്. പരിശുദ്ധ അമ്മയും ഈശോയും സന്ദർശിച്ച ഒരു ഇടമാണ് ഇത് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ സഭ നമ്മെ അനുവദിച്ചിട്ടുണ്ട്. അഭിവന്യ പിതാവും ഇടവക വൈദികനൊന്നും പ്രാർത്ഥിക്കാൻ വരുന്ന മക്കളെ തടയണമെന്ന് ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി സഭയുടെ ക്രമീകരണങ്ങൾ എന്താകുമെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും പ്രാർത്ഥനയേക്കാൾ വലിയൊരു ആത്മീയ ബന്ധമില്ല. ഞാൻ മരിക്കും വരെയും ഈ ലോകത്ത് വെച്ചും മരിച്ചതിന് ശേഷം ഈശോയുടെ അരികിലിരുന്നും പ്രാർത്ഥിക്കും. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ യാചനകളുടെയും പാപപ്രായശ്ചിത്തത്തിൻ്റെയും ശക്തമായ നിലവിളി ഉയർത്തുക. പുത്രൻ്റെ ദിവ്യഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീരുറവ ലോകത്തിന്മേൽ പ്രവഹിക്കാൻ പ്രാർത്ഥിക്കുക. ഇങ്ങനെ വീണ്ടും വീണ്ടും ഈശോ പറയുമ്പോൾ, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഈശോ തന്നെയാണ് പരിശുദ്ധ അമ്മയും പറയുന്നത്. അപ്പോൾ എന്താ ഇങ്ങനെ ഇത്രയ്ക്ക് മാഹാത്മ്യം ഈ പ്രാർത്ഥനയ്ക്ക്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ദൈവസമക്ഷം
മുട്ടുകുത്തുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിൻ്റെ മുൻപിൽ ദൈവിക കൃപയോടെ നട്ടെല്ലോടെ നിവർന്നു നിൽക്കാൻ കഴിയും. എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ തിന്മ ലോകത്ത് സംഭവിച്ചാലും, നീ ദൈവകൃപയുള്ള ഒരു പൈതലായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ തിരുമുൻപിൽ മുട്ടുകുത്തും. നീ ഒന്നുമല്ല എന്ന് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്ത് നീ പ്രാർത്ഥിക്കും. കർത്താവേ, ഒന്നുമല്ലാത്ത എന്നെ ലോകത്തിൽ നിന്റെ ഒരു സാക്ഷിയാക്കണേ എന്ന് നീ ആഗ്രഹിക്കും. അപ്പോൾ നിനക്ക് ലോകസമക്ഷം നട്ടെല്ലോടെ നിൽക്കാം, ദൈവത്തിൻ്റെ തിരുമുൻപിൽ മുട്ടുകുത്തുമ്പോൾ. അതാണ് പ്രാർത്ഥന. ദൈവസന്നിധിയിൽ എളിമയോടെയും ലോകത്തിൻ്റെ മുൻപിൽ ദൈവിക എളിമയോടെ ദൈവ നന്മയിൽ വ്യാപരിക്കുക. അപ്പൊ ദൈവവുമായിട്ടുള്ള നിന്റെ ആ കണക്ഷൻ ഉണ്ടല്ലോ, അതിനെ പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥനയിലൂടെ നാം സ്വർഗത്തിലേക്കല്ലേ നോക്കുന്നത്? അതെ, സ്വർഗത്തിലേക്കായിരിക്കണം നോക്കേണ്ടത്. ആ ചിന്തയില്ലാത്തപ്പോഴാണ് പല വിചാരങ്ങൾ നമുക്ക് മുൻപിൽ എപ്പോഴും വരുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ പലരും പറയാറുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്, ഉണ്ടാകാറുണ്ട് പല വിചാരങ്ങൾ. ഈ പല വിചാരങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ദൈവം എന്ന ഏക വിചാരത്തെ നമ്മിലേക്ക് നമ്മൾ കൊണ്ടുവരാത്തത് കൊണ്ട്. ദൈവത്തിൻ്റെ മുൻപിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുമോ? ഒരു പ്രൈം മിനിസ്റ്റർ നമ്മളെ കാണാൻ വിളിച്ചിരിക്കുക, ഒരു ഇൻ്റർവ്യൂ നടക്കുക. അങ്ങനെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്ററിൻ്റെ മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുമോ? ഒരുപക്ഷെ ഒരു നിവേദനം സമർപ്പിക്കാനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അതിനു വേണ്ടിയായിരിക്കും നമ്മൾ ചെന്നിട്ടുള്ളതും, നമുക്ക് അതിനുള്ള പെർമിഷൻ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ പ്രധാനമന്ത്രി എങ്ങോട്ടെങ്കിലും നോക്കിയിരിക്കട്ടെ, ഞാൻ എങ്ങോട്ടെങ്കിലും നോക്കിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നാലോ നമ്മൾ ചെന്ന കാര്യം നടക്കില്ല. അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ. സൃഷ്ടാവായ ദൈവത്തെ നീ ഓർക്കുന്നു, ദൈവം നിന്നെ നോക്കുന്നു. എന്തൊരു ലാളിത്യം നിറഞ്ഞൊരു സംഭവ പ്രാർത്ഥന. അത് വാക്കിലും നാക്കിലും പ്രകടിപ്പിക്കേണ്ടതല്ല, മനസ്സും തമ്മിലുള്ള ആ ഒരു ചേർച്ചയുണ്ടല്ലോ, ആ ഒരു ഇൻറ്റിമസി, അതായിരിക്കണം പ്രാർത്ഥന. നിനക്ക് പ്രാർത്ഥനയുണ്ടോ? നീ സ്വർഗത്തിൽ നോക്കിയാണോ ജീവിക്കുന്നേ? ലോകത്തിൻ്റെ കഷ്ടതകൾ നിന്നെ അടിമപ്പെടുത്തില്ല. അപ്പോൾ നിനക്കൊരു സന്തോഷം, നിനക്കൊരു ഊർജം ഉണ്ടാവും കുഞ്ഞേ. നമുക്കതുണ്ടാകും. അനുഭവിച്ചതുകൊണ്ട് പറയാ, നമുക്ക് പ്രാർത്ഥിച്ച് മുന്നേറാം. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും വറ്റാത്തൊരു കരുണയുടെ ഉറവ ലോകത്തിലേക്ക് പ്രവഹിക്കാൻ നീ പ്രാർത്ഥിക്കണം. അത് വറ്റാതെ വരളാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് തടസ്സമായിട്ട് ആ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന ലോകമക്കളുടെ ചിന്താഗതികളെ തിരിച്ചറിയുന്ന നിനക്ക്, ഈ ലോകത്തിൽ ജീവിക്കുന്ന നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവേ, അവിടുത്തെ കരുണയുടെ ഉറവ വറ്റാതെ വരളാതെ ലോകത്തിലേക്ക് പ്രവഹിക്കണമേ. അതിന് ഞാൻ തടസ്സമാണോ? എൻ്റെ ജീവിത ക്രമങ്ങൾ തടസ്സമാണോ? എൻ്റെ കുടുംബം തടസ്സമാണോ? എൻ്റെ വ്യക്തിബന്ധങ്ങൾ തടസ്സമാണോ? സമൂഹം തടസ്സമാണോ? സഭയിലെ പല അനൈക്യങ്ങളും തടസ്സമാണോ? ലോകത്തിൻ്റെ ചില ചിന്താഗതികൾ തടസ്സമാണോ? ഇതൊക്കെ അറിയാം നിനക്ക്, ദൈവത്തിനും അറിയാം. അപ്പോൾ ദൈവത്തോട് ഇതറിയാവുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ യാചനയാണ് പ്രാർത്ഥന. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം വഴി ലോകം മുഴുവനും നവീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രകാശിക്കാൻ ദാഹിക്കുക. ജപമാല റാണിയായ ഈ അമ്മ സ്വർഗീയ സമാധാനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സ്വർഗത്തിൻ്റെ സമാധാനം പരിശുദ്ധ അമ്മ നമുക്ക് ആശംസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈശോയെ നമുക്ക് നൽകുന്നു. അവൻ നമ്മുടെ സമാധാനമാണ്. തുടർന്നും 35-ാമത്തെ സന്ദേശം 1999 ഡിസംബർ 8 പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ പ്രിയ മക്കളെ, ഇന്നേ ദിവസം എൻ്റെ വിമലമായ ഉടയാട ഭൂമി മുഴുവനിലും ഞാൻ വിരിക്കുന്നു. എന്നാൽ എൻ്റെ ഉടയാടയുടെ സൗന്ദര്യവും വിശുദ്ധിയും സംരക്ഷണവും സ്വീകരിക്കാൻ ഭൂമിയിലെ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കായികയാൽ അഖിലം സൗന്ദര്യമായ നിങ്ങളുടെ അമ്മ അതീവ ദുഃഖിതയാണെന്ന് അറിയുക. അമ്മയ്ക്ക് സങ്കടമുണ്ടെന്ന് അമ്മ മക്കളോട് പറയുക. അമ്മ എന്താ പറയുന്നേ? എൻ്റെ വിമലമായ ഉടയാട ഭൂമി മുഴുവനിലും ഞാൻ വിരിക്കുന്നു. വിമലമായ, വിശുദ്ധമായ, പരിശുദ്ധമായ അമ്മയുടെ ഉടയാട. എന്താ അമ്മയുടെ ഉടയാട?
ഈശോ ആണ്. നീതിസൂര്യനെ ഉടയാടയാക്കിയവളല്ലേ അവൾ. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സർപ്പത്തിന്റെ തലയെ തകർത്ത കന്യക, അവളാണ് പരിശുദ്ധ കന്യകാമറിയം, നമ്മുടെ അമ്മ. ആ അമ്മ പറയുന്നു, എൻ്റെ വിമലമായ ഉടയാട ഈ ലോകത്തിൽ വിരിച്ചിട്ടിരിക്കുക. ഈശോയെ വിരിച്ചു തന്നിരിക്കുന്നു, നിറച്ചു തന്നിരിക്കുന്നു. എവിടെ? മാലിന്യ കൂമ്പാരമായ ഈ ലോകത്ത്. അമ്മയ്ക്ക് എന്തു സ്നേഹം ഉണ്ടായിരിക്കും നമുക്ക് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞു തരാൻ. അമ്മ എന്നിട്ട് പറയാ, ഞാൻ ദുഃഖിതയാണ് മക്കളെ. കാരണം പരിശുദ്ധ അമ്മയുടെ സൗന്ദര്യം യേശുവാണ്. ആ സൗന്ദര്യവും വിശുദ്ധിയും സംരക്ഷണവും സ്വീകരിക്കാൻ ഭൂമിയിലെ ഇന്നത്തെ തലമുറയ്ക്ക്, ഞാനും നിങ്ങളും പെടുന്ന തലമുറയ്ക്ക് സാധിക്കായികയാൽ അഖിലം സൗന്ദര്യമായ നിങ്ങളുടെ അമ്മ അതീവ ദുഃഖിതയാണ്. അഖിലം സൗന്ദര്യമായ അമ്മ ദുഃഖിതയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളല്ലേ ആ ദുഃഖം കൊടുക്കുന്നേ? അമ്മയുടെ വിമലമായ ഉടയാട ഈശോ ആണ്. നമ്മൾ മനസ്സിലാക്കി, ആ ഉടയാട എന്ന് പറയുന്നത് ഈശോ ആണെങ്കിൽ ആ ഈശോ അമ്മയുടെ ഹൃദയത്തിലാണ്. ആ ഹൃദയം വിരിച്ചിടുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപത്തിൻ്റെ പുഴുക്കുത്ത് അമ്മയുടെ ശരീരത്തിൽ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഏൽക്കുന്നുണ്ട്. അമ്മയുടെ ഹൃദയത്തിൽ മക്കൾ കത്തി കൊണ്ട് കുത്തുന്നത് പോലെ കുത്തുമ്പോൾ, പാപം കൊണ്ട് കുത്തുമ്പോൾ അമ്മയ്ക്ക് വേദനിക്കുന്നു എന്നാണ് അമ്മ ആലങ്കാരികമായിട്ടാണെങ്കിലും ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അമ്മ അതീവ ദുഃഖിതയാണ്. അമ്മയുടെ മക്കളോ സന്തുഷ്ടരാണോ? ഒരമ്മ ദുഃഖിതയാണെങ്കിൽ മക്കൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ? പരിശുദ്ധ അമ്മയോട് സ്നേഹമുള്ള മക്കൾക്ക് അതിന് പറ്റില്ല. അതുകൊണ്ട് അമ്മയുടെ ദുഃഖം മാറ്റാൻ നമ്മൾ നല്ലവരാകണം. ഉത്ഭവ പാപത്തിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെട്ട ഞാൻ എൻ്റെ ആത്മാവിനെ പൂർണ്ണമായും ദൈവിക ജീവനിൽ നിലനിർത്താൻ ത്യാഗത്തോടെ പ്രാർത്ഥനയോടെ ശ്രമിച്ചു ജീവിച്ചു. അമ്മ ജീവിച്ച വഴി മക്കൾക്ക് പറഞ്ഞു തരികയാണ്. ഉത്ഭവ പാപത്തിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെട്ട ഞാൻ ഈ ഭൂമിയിലെ മക്കളെ ജീവിച്ചത്. നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, അവിടെയാണ് ഞാനും ജീവിച്ചതെന്ന് അമ്മ പറയുക മക്കളോട്. എന്നിട്ട് അമ്മ ജീവിച്ചത് നമ്മൾ ജീവിച്ചതുപോലെയാണോ? അല്ല. ദൈവിക ജീവനിൽ ആത്മാവിനെ പൂർണ്ണമായിട്ട് നിലനിർത്താൻ, ആത്മാവ് ദൈവിക ജീവനുമായിട്ടുള്ള കണക്ഷൻ വിടാതെ നിൽക്കാൻ അമ്മ എങ്ങനെ ജീവിച്ചു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ത്യാഗത്തോടെ പ്രാർത്ഥനയോടെ ശ്രമിച്ചു ജീവിച്ചു. ശ്രമകരമായിരുന്നു അമ്മയുടെ ജീവിതം. അത്രയ്ക്ക് ശ്രമിച്ചിട്ടാണ് അമ്മ അമലോത്ഭവയായി തന്നെ ഈ ലോകത്ത് ജീവിച്ചത്. പാപരഹിതയായി തന്നെ ഈ ലോകത്ത് ജീവിച്ചത്. പാപം നിറഞ്ഞ ലോകത്ത് പാപരഹിതയായി ജീവിച്ച അമ്മയ്ക്ക് മാത്രമേ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടൊരു സ്തോത്രഗീതം പാടാൻ സാധിച്ചിട്ടുള്ളൂ. അമ്മ പറഞ്ഞില്ലേ, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അമ്മയുടെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് എങ്ങനെയാണ്? ത്യാഗം സഹിച്ച് തന്നിൽ നിക്ഷേപിച്ച ദൈവത്തിൻ്റെ ആത്മാവിനെ പൂർണ്ണമായിട്ടും ആ ദൈവിക ജീവനെ ദൈവവുമായി ഐക്യപ്പെടുത്തി ജീവിക്കാൻ അമ്മ ശ്രമിച്ചു, ത്യാഗത്തോട് ശ്രമിച്ചു. അമ്മ പറയുകയാണ്, എൻ്റെ മനസ്സിനെ ദൈവവചന പൂർത്തീകരണത്തിനായി തുറന്നു കൊടുത്തപ്പോൾ ദൈവിക ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്നിൽ നിറഞ്ഞു കവിയുകയും എൻ്റെ ഹൃദയത്തെ പരിപൂർണമായി വാർത്തെടുക്കുകയും അമലപ്രകാശത്തിൻ്റെ നിഷ്കളങ്കമായ പരിശുദ്ധിയിൽ എൻ്റെ ശരീരം ആവരണം ചെയ്യപ്പെടുകയും ചെയ്തു. ഇത് നമ്മിലും സംഭവിക്കും. നമ്മൾ പരിശ്രമിക്കണം. ദൈവിക ജ്ഞാനത്തിൻ്റെ ആത്മാവിനായിട്ട്, ദൈവവചന പൂർത്തീകരണത്തിനായിട്ട് അമ്മയുടെ ആത്മാവ് തുറന്നു കൊടുത്തപ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനം അമ്മയിൽ നിറഞ്ഞു കവിഞ്ഞു. ആ ഹൃദയത്തെ പരിപൂർണമായിട്ടും ദൈവം വാർത്തെടുത്തു. അമലപ്രകാശത്തിൻ്റെ കളങ്കമില്ലാത്ത പരിശുദ്ധിയുള്ള ശരീരം, ആ ശരീരത്താൽ അമ്മയെ ആവരണം ചെയ്തു. പ്രത്യേകമായിട്ടും ദൈവം സൃഷ്ടിക്ക് മുമ്പ് തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ഓർമ്മ ദൈവത്തിൻ്റെ ബുദ്ധിയിലുണ്ടായിരുന്നു, ചിന്തയിലുണ്ടായിരുന്നു, ദൈവത്തിലുണ്ടായിരുന്നു എന്നൊക്കെ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതൊക്കെ കേട്ടു മനസ്സിലാക്കാതെയല്ലേ പോകുന്നേ. പരിശുദ്ധ അമ്മ ഈ ലോകത്ത് ജനിച്ച നിമിഷം മുതൽ
ആ പരിപൂർണതയിലേക്ക്, ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പരിശ്രമത്തോടെ തന്നെയാണ് ജീവിച്ചത്. ഒരു പ്രത്യേകമായ ആനുകൂല്യം അമലയാണ്, അമലോത്ഭവയാണ്. ആ അമലോത്ഭവത്വം മരണം വരെയും കൊണ്ടു നടക്കാനായിട്ട്, സൂക്ഷിക്കാനായിട്ട് അമ്മ സഹിച്ച ത്യാഗങ്ങൾ അനേകമാണ്. നിങ്ങൾക്കിതെല്ലാം അറിയാമെങ്കിലും അറിവുകേടിൻ്റെ സന്തതികളായിട്ട് തുടരുന്നു. അറിവില്ലാത്തതല്ല നമ്മുടെ കുറവ്, അറിവുകേടുള്ളതുമല്ല നമ്മുടെ കുറവ്. അറിവുണ്ട്, അറിവിനെ കഴിവായി കണ്ട് ആ കഴിവിനെ ദൈവിക നന്മയുടെ പൂർണ്ണതയിലേക്ക് വളർത്താതെ, കൃപയാക്കി മാറ്റാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് സഭയിലൂടെയൊക്കെ തന്നിട്ടുള്ള ഈ അറിവുകളെ നമ്മൾ കഴിവുകേടുകളാക്കി കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മക്കളെ, ക്രൂശിതനായി മരിച്ച ഈശോ, പുനരുത്ഥാനം ചെയ്ത ഈശോ കൂടുതൽ മഹത്വീകരിക്കപ്പെടാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. അമ്മ വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ്. സമയം സമാഗതമായിരിക്കുന്നു. കഴിഞ്ഞ സന്ദേശങ്ങളൊക്കെ കേട്ട പലരും ചോദിക്കുകയുണ്ടായി, സമയം സമാഗതമായി, ദ്വിതീയാഗമനം, പ്രത്യാഗമനം എന്ന് പറയുമ്പോൾ അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണോ? ദൈവം കർത്താവ് വീണ്ടും വരാറായോ? പരിശുദ്ധ അമ്മ മക്കളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവവചനത്തിൽ, തിരുലിഖിതത്തിൽ അത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ മക്കളായ നമ്മൾ, ഈശോയുടെ മക്കളായ നമ്മൾ ആ സമയത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. സമയം ദൈവത്തിന് മാത്രമേ അറിയൂ. അമ്മ പറയുന്നു അത് അടുത്തു വരുന്നു. നമ്മുടെ ചിന്താഗതിയിൽ അത് ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ അങ്ങനെയൊന്നുമല്ല. അത് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടയാളം ലോകം കാണിച്ചു തുടങ്ങി. അതിലേക്ക് അടുക്കാനുള്ള മനുഷ്യനാണ് അടയാളമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് നേരത്തെ അമ്മ പറഞ്ഞത്, മക്കളെ നിങ്ങൾ ലോകത്തിന് അടയാളങ്ങളായിട്ട് മാറണം. എങ്ങനെയാണ് അത് മാറേണ്ടത്? വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നീ നടക്കുന്ന വഴികൾ, നിന്റെ ജീവിത വഴി സുവിശേഷ പ്രഘോഷണമാക്കാതെ സുവിശേഷം പ്രഘോഷിക്കാൻ നീ നടന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്ന്. പലരും വചനം പഠിച്ചിട്ട് അവിടെ ഇവിടെയും പറഞ്ഞ് സംതൃപ്തരായി കഴിഞ്ഞാൽ ആ വഴിയിലാണ് നമ്മളെന്ന് പറയാൻ പറ്റില്ല. അതൊരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. നിരുത്സാഹപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല. അനേകം ദൈവമക്കള് ദൈവവചനം പഠിച്ചും പ്രഘോഷിച്ചും എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു ചാനലിലൂടെയോ അല്ലെങ്കിൽ മൈക്കെടുത്തൊക്കെ കൊണ്ടു നടന്ന് പ്രഘോഷണം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ പ്രഘോഷിച്ച് ജീവിക്കുന്ന അനവധി മക്കളുണ്ട്. ത്യാഗം സഹിച്ച്, കഠിനമായി ഉപവസിച്ച്, ദൈവത്തോട് കൂടെയായിരിക്കാൻ ആഗ്രഹിച്ച്, ദിവ്യകാരുണ്യ സന്നിധിയിൽ മാത്രം ജീവിച്ച്, ദിവ്യകാരുണ്യത്തെ മാത്രം നോക്കി ജീവിക്കുന്ന വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അൽമായരുണ്ട്. എത്ര ത്യാഗം സഹിച്ച് ജീവിക്കുന്നവരാ. നമ്മളോടും നമ്മൾ എവിടെയായിരിക്കുന്നുവോ നമ്മളെ കൊണ്ട് ആവുന്ന ത്യാഗങ്ങൾ സഹിച്ച് ഉപവസിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിലെ നന്മകളെ സ്വീകരിച്ച്, അമിത ആവേശമോ നമ്മുടെ ജീവിതത്തിൽ അമിതമായ ആസക്തികളോ ഇല്ലാതെ നന്മയിൽ ജീവിച്ച് മുന്നേറാൻ ഈശോ നമ്മോട് പരിശുദ്ധ അമ്മ വഴി ആവശ്യപ്പെടുന്നു. എൻ്റെ തിരുക്കുമാരൻ്റെ അതുല്യ സ്നേഹഭാചനങ്ങളായ നിങ്ങൾ ഏകരക്ഷകനായി അവനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. യേശുവിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാക്ഷികളുടെ കുറവുകളാണ് ഇന്നത്തെ അത്യാഹിതങ്ങളുടെ കാരണം. പരിശുദ്ധ അമ്മ പറയുന്നു, നമ്മൾ യേശുവിൻ്റെ അതുല്യമായ സ്നേഹഭാചനങ്ങളാണത്രേ. തുല്യതയില്ലാത്ത, വേറെ ഒന്നിനോടും സാമ്യപ്പെടുത്താൻ പറ്റാത്ത സ്നേഹഭാചനങ്ങളാണ് നമ്മളെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നേ. സത്യമാണോ? അതെ, സത്യമാണ്. അതുകൊണ്ടല്ലേ ഈശോ നമ്മളെ വിട്ടുപിരിയാൻ ആഗ്രഹിക്കാതെ ദിവ്യകാരുണ്യം സ്ഥാപിച്ചത്, നമ്മളോടൊപ്പം ആയിരിക്കാൻ, നമ്മളിലായിരിക്കാൻ, നമ്മുടെ ഉള്ളത്തിലായിരിക്കാൻ. അതുകൊണ്ട് ഉടയവൻ ഉള്ളിൽ കത്തിച്ചു വെച്ചൊരു തിരുനാളമുണ്ടല്ലോ, സ്നേഹത്തിൻ്റെ തിരുനാളം, അത് കെടുത്താതെ ദൈവത്തിൻ്റെ സ്നേഹഭാചനമായിട്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ ആവശ്യപ്പെടുന്നത് പോലെ, അമ്മ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഏകരക്ഷകനായി, ബഹുരക്ഷകനല്ല, ഏകരക്ഷകനായി അവനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതേ, ലോകത്തെ
പ്രാർത്ഥന കൊണ്ട് സ്പർശിക്കുന്ന ഒരു ശുശ്രൂഷ ഈ ഷെക്കേന ടെലിവിഷനിലൂടെയൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ പങ്കെടുത്തു. എല്ലാ നന്മയുടെ ചാനലുകളും ലോകത്തെ വചനത്താൽ, പ്രാർത്ഥനയാൽ, ദൈവിക ശുശ്രൂഷകളാൽ തൊടാനായിട്ട്, സ്പർശിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളുടെ പ്രഘോഷണം വഴി, ത്യാഗം നിറഞ്ഞ പ്രാർത്ഥന വഴിയൊക്കെ. ആ പ്രാർത്ഥനയും ത്യാഗങ്ങളും എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്? അവസാനിപ്പിക്കാമോ? സമയമായോ? ഇല്ല. അത് കൂടുതൽ തീക്ഷ്ണതയോടെ തുടരാനാണ് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നത്. എപ്പോൾ വരെ? ഏകരക്ഷകനായിട്ട് അവനെ, യേശുവിനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി മനുഷ്യനായി അവതരിച്ച് ഈ ലോകത്ത് ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പാടുപീഡകൾ സഹിച്ച് കുരിശിലേറി മരിച്ച് ഉത്ഥാനം ചെയ്ത ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അവനാണ് യേശു ക്രിസ്തു. ആ ദൈവമാണ്, യേശുവാണ് നമ്മുടെ ദൈവം. ആ ദൈവം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടി, നിങ്ങൾക്കൊരു സ്ഥലം സജ്ജമാക്കാൻ വേണ്ടി ഞാൻ പോകുന്നു എന്ന്, ഞാൻ വീണ്ടും വരുമെന്ന് ഉറപ്പ് തന്നിട്ടുള്ള ദൈവം. ആ യേശു ക്രിസ്തുവിനെ ലോകത്തിന് നമുക്ക് കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി യേശുവിൽ ജീവിക്കണം, യേശുവിനായി പ്രവർത്തിക്കണം, യേശുവിലൂടെ പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യുന്ന സാക്ഷികളായിട്ട് നമുക്ക് മാറാം, നമുക്ക് ആഗ്രഹിക്കാം. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഈ സന്ദേശത്തിൻ്റെയൊക്കെ ബാക്കിയുള്ള ഭാഗം നമ്മൾ കേൾക്കും. നമ്മൾ കേട്ട സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം, സ്വീകരിക്കാം, ജീവിക്കാൻ ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈശോയേ, സർവശക്തനായ കർത്താവേ, ദിവ്യകാരുണ്യ ഈശോയേ, ആയിരിക്കുന്നവനും ആയിരുന്നവനും സർവശക്തനുമായ യേശുവേ, ജീവിക്കുന്ന കർത്താവേ, ആയിരുന്ന കർത്താവേ, ആയിരിക്കുന്നവനെ എല്ലാം ജീവിക്കുന്ന കർത്താവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇതാ ജീവിക്കുന്ന കർത്താവ്, ഏകരക്ഷകനായ ഈശോയെ, അങ്ങയിലൂടെയല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല. അങ്ങയുടെ നാമത്തിനല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ മറ്റൊന്നിനും സാധ്യമല്ല. ദിവ്യകാരുണ്യമായി, ജീവന്റെ അപ്പമായി ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ,
എന്നാൽ പലപ്പോഴും അങ്ങയെ സ്വീകരിക്കാതെ, അങ്ങയെ സ്വന്തമാക്കാതെ, അങ്ങയെ തള്ളിപ്പറഞ്ഞ് അങ്ങനെയുള്ള വിശ്വാസത്തെ ദുഷിച്ച് പലപ്പോഴും ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സ്നേഹത്തോടെ പശ്ചാത്താപത്തോടെ ഈശോയിൽ നിന്ന് അകന്ന് ജീവിച്ചതിനെയൊക്കെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. വിശ്വാസ ജീവിതത്തിൽ, കൂദാശ ജീവിതത്തിൽ, ദേവാലയത്തിൽ, കുടുംബ പ്രാർത്ഥനയിൽ ഈശോയെ സ്വീകരിക്കേണ്ട പോലെ സ്വീകരിക്കാതെ, ഈശോയുടെ കുരിശുമരണത്തെ സ്വന്തമാക്കാതെ, പശ്ചാത്താപിച്ച് ഈശോയിലേക്ക് ഐക്യപ്പെടാതെ ഈശോയെ സ്വീകരിക്കാതെ പോയതിനെയോർത്ത് നമുക്ക് ഈശോയോട് മാപ്പ് ചോദിക്കാം. കർത്താവിനെ അവഹേളിക്കുന്ന ഒത്തിരിയേറെ പ്രവൃത്തികൾ നമ്മുടെ കൂദാശകളില്, ദേവാലയത്തില്, നമ്മുടെ സഭയില്, കുടുംബങ്ങളില്, പൗരോഹിത്യത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈശോയെ വിശ്വാസത്തെ ദുഷിച്ച ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ, കുടുംബജീവിതത്തിന്റെ, സഭാജീവിതത്തിന്റെ, വ്യക്തി ജീവിതത്തിന്റെ ഓരോ മേഖലകളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മക്കളെ, ഈശോയാണ് ഏകരക്ഷകൻ. ഈശോയിലൂടെയാണ് നമുക്ക് രക്ഷ. ഈശോയാകുന്ന നാമത്തിലാണ് നമുക്ക് രക്ഷ. അതിനാൽ തന്നെ നമ്മെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ ദിവ്യകാരുണ്യനാഥനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരു കാര്യങ്ങളും ഉയർത്തി നമ്മെ സമർപ്പിച്ച് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ, ആരാധന, ആരാധന, സ്തുതി, സ്തുതി, മഹത്വം, മഹത്വം സമർപ്പിക്കുന്നു. ജീവിക്കുന്ന കർത്താവേ, ഏകരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച, ഞങ്ങൾക്ക് വേണ്ടി ദിവ്യകാരുണ്യമായി തീർന്ന യേശുവേ, ആരാധന, ആരാധന, ആരാധന. സ്തുതി, 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 നന്ദി, 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 ആരാധന, ആരാധന, ആരാധന. യേശുവേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങയിലാണ് ഞങ്ങളുടെ രക്ഷ. അങ്ങാണ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത്. അങ്ങാണ് ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയത്. അങ്ങാണ് പാപത്തെ പരാജയപ്പെടുത്തിയത്. അങ്ങാണ് ജീവൻ നൽകാൻ വേണ്ടി കുരിശിൽ മരിച്ചത്. അങ്ങാണ് ഞങ്ങളെ വീണ്ടെടുത്തത്. ഏകരക്ഷകനായ കർത്താവേ, ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങിൽ നകന്നു പോയതിനോർത്ത് മാപ്പ് ചോദിച്ച് അങ്ങയിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി സ്നേഹത്തോടെ ഈശോയെ, ഞങ്ങൾ അങ്ങയിലേക്ക് തിരിച്ചു വരുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. അങ്ങയുടെ വലിയ ശക്തിക്ക് വേണ്ടി, ജീവന്റെ സമൃദ്ധിക്ക് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങളിൽ കനിയേണമേ. യേശുവേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയിലുള്ള വിശ്വാസത്തെ, അങ്ങയുടെ കുരിശുമരണത്തെ, അങ്ങയുടെ നാമത്തെ അവഹേളിക്കുന്ന, വിശ്വാസ സത്യങ്ങളെ ദുഷിക്കുന്ന എല്ലാ മേഖലകളെയും, എല്ലാ അരൂപികളെയും അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഇന്ന് ഒരുമയോടെ അങ്ങയുടെ കുരിശിന്റെ ചുവട്ടില് സമർപ്പിക്കുകയാണ്. കർത്താവേ, സിനിമകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, ട്രോളുകളിലൂടെ, ഒത്തിരിയേറെ പൈശാചികമായ പ്രവൃത്തികളിലൂടെ അങ്ങയുടെ നാമത്തെ, അങ്ങയുടെ കുരിശുമരണത്തെ, ദിവ്യകാരുണ്യത്തെ, കൂദാശകളെ, ദേവാലയത്തെ, പൗരോഹിത്യത്തെ ദുഷിച്ച് കാണിക്കുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ പ്രവൃത്തികളെയും, എല്ലാ സിനിമകളെയും, എല്ലാ മാധ്യമങ്ങളെയും അവരിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. കർത്താവേ, അവയിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. ആ ദുരാത്മാക്കളെ, ആ ദുർഭൂതങ്ങളെ, ആ ദുഷ്ടശക്തികളെ അങ്ങയുടെ മക്കൾ ഈ രാത്രിയിൽ ഒരുമിച്ച് അങ്ങയുടെ കുരിശിൻ ചുവട്ടില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദുരാത്മാക്കൾ നിർവീര്യമാകട്ടെ. ദുഷ്ടശക്തികൾ നിർവീര്യമാകട്ടെ. പൈശാചിക പീഡകൾ അവസാനിക്കട്ടെ. യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ.
യേശുവേ ശക്തി ഒഴുകട്ടെ. വിശ്വാസത്തെ ദുഷിക്കുന്ന ദുരാത്മ ശക്തികൾ ഇപ്പോൾ യേശുനാമത്തിൽ ദിവ്യകാരുണ്യ ശക്തിയിൽ നിർവീര്യമാകട്ടെ. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകാഗ്നിയിലെരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. അഭിഷേകാഗ്നിയിലെരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകാഗ്നിയിലെരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. അഭിഷേകാഗ്നിയിലെരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. കത്തട്ടെ തീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. കത്തട്ടെ തീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ പടരട്ടെ. ഓ അഭിഷേകം എല്ലാ മക്കളും നിറയട്ടെ. അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്ന വിശ്വാസത്തെ ദുഷിക്കുന്ന എല്ലാ മക്കളിലും എല്ലാ പ്രസ്ഥാനങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. അതിനാൽ തന്നെ സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. കാറ്റായി വീശണമേ, തീ കാറ്റായി സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ, ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ. അങ്ങയുടെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ വിശ്വാസത്തെ അങ്ങ് ഉറപ്പിക്കണമേ, ബലപ്പെടുത്തണമേ, മഹത്വപ്പെടുത്തണമേ. ശക്തി 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 വ്യാപരിക്കട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. വിശ്വാസത്തെ, ക്രൈസ്തവ വിശ്വാസത്തെ വെള്ളം ചേർത്ത് ദുർബലമാക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുരാത്മ ദുർഭൂതങ്ങളെയും സുനാമത്തിൽ അങ്ങയുടെ ശക്തിയിൽ, കുരിശുമരണ ശക്തിയിൽ നിർവീര്യമാക്കണമേ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങയുടെ കുരിശുമരണ ശക്തി ലോകം മുഴുവനും വ്യാപരിക്കട്ടെ. അങ്ങയുടെ ജീവന്റെ സമൃദ്ധി എല്ലാ മക്കളും അനുഭവിക്കട്ടെ. എല്ലാ മക്കളും അഭിഷേകത്താൽ നിറഞ്ഞ് അങ്ങയിലൂടെ ഏകരക്ഷകനായ അങ്ങയിലൂടെ സകലമാന മക്കളും രക്ഷ പ്രാപിക്കാൻ ഇടവരട്ടെ. അനേക മക്കളിൽ ദുഷിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്നതിന് സുനാമത്തിൽ നിർവീര്യമാക്കി എല്ലാ മക്കളെയും കുരിശിലൂടെ, കുരിശുമരണത്തിലൂടെ രക്ഷയിലേക്ക് ആനയിക്കണമേ. ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ പ്രത്യേകമായ വിധത്തിൽ 2 ആരാധനകൾ ദിവ്യഗാന സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ 16 ആരംഭിക്കുന്ന സീറോ മലബാർ സിനഡിനു വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകം, കം ഹോളി സ്പിരിറ്റ് എന്ന പേരിൽ വലിയ അഭിഷേകം എല്ലാ പിതാക്കന്മാരിൽ നിറയാനും ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിൽ ശക്തമായ നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാനും വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അന്നേ ദിനം തന്നെ 4:30 മുതൽ 5:30 വരെ പ്രേ ഫോർ അവർ നേഷൻസ്, നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി ദിവ്യഗാന സന്നദ്ധിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ എല്ലാ ശുശ്രൂഷകളെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഷെക്കേന ചാനല് അനേക ആയിരങ്ങളിലേക്ക് എത്തണം. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേക ശുശ്രൂഷകൾ കർത്താവ് നമുക്ക് ഒരുക്കി തരുമ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നേതൃത്വം കൊടുക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ഷെക്കേന ന്യൂസ് ചാനൽ എല്ലാ DTHകളിൽ വരുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ DTHൽ നിങ്ങളെല്ലാവരും അത് ഡിമാൻഡ് ചെയ്യണം, ആവശ്യപ്പെടണം. അങ്ങനെ ആവശ്യപ്പെട്ട് DTHലൂടെയും മറ്റെല്ലാ മാധ്യമങ്ങളിലൂടെയും ഈ ചാനല് അനേക ആയിരങ്ങളിലേക്ക്, കോടാനുകോടി മക്കളിലേക്ക് എത്തുവാനിടയാകണം. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഷെക്കേന ചാനലിനെയും നേതൃത്വം കൊടുക്കുന്ന സന്തോഷ് ബ്രദറിനെയും മറ്റെല്ലാ ടീം അംഗങ്ങളെയും അതോടൊപ്പം തന്നെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട്
നമുക്കൊരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ. കർത്താവേ, കരുണ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. ദിവ്യകാരുണ്യ സന്നിധിയില് മനുഷ്യ മക്കളുടെ ഇടയിൽ വന്നു പോയ അവിശ്വാസത്തെ ഓർത്ത്, വിശ്വാസത്തെ ദുഷിച്ചതിനെ ഓർത്തൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ട് ഫാത്തിമയിൽ മാലാഖ പഠിപ്പിച്ച മാപ്പപേക്ഷ പ്രാർത്ഥന നമുക്കൊരുമിച്ച് നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും നമുക്ക് ഈ സമയം ഏറ്റവും പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ദിവ്യകാരുണ്യ നാഥ, ഞങ്ങളുടെ മാപ്പ് അങ്ങ് സ്വീകരിക്കണമേ. അങ്ങയുടെ മക്കളോട് കരുണയായിരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ലോകം മുഴുവനിലും സഭ മുഴുവനിലും അങ്ങയിലുള്ള അടിയുറച്ച വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ, എല്ലാ വിശ്വാസ ദുഷിപ്പുകളെ പ്രതികരിക്കാൻ, അതിനെതിരെ പ്രതിരോധിക്കാൻ ഞങ്ങളെല്ലാവരെയും ഈ കാലഘട്ടത്തിൽ അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം അങ്ങ് നൽകണമേ. പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകടമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, കരുണാമയനേ, യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com.
വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.